ബ്രഹ്മസൂത്രം ഒന്നാം അധ്യായം ഒന്നാം പാദം ഒന്നാമത്തെ സൂത്രം അതിലെ 40-ാമത്തെ പേജ്. ഇത് എപ്പോഴും പറയുന്നത് എന്തിനാണല്ലോ, പെട്ടെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്ലാസ് കേൾക്കുമ്പോൾ ഏതാണ് പേജ് ഏതാണ് സൂത്രം എന്ന് പിടികിട്ടാൻ വേണ്ടി നമ്മൾ സ്ഥിരം പറഞ്ഞു പോകുന്നത്. നമ്മളെല്ലാ ക്ലാസ്സുകളിലും തുടക്കത്തിൽ ഇത് കേൾക്കാം. 40-ാം പേജിന്റെ ടീക്കയില് താഴേന്ന് 4-ാമത്തെ പങ്ക്തി കണ്ടോ? നനു അപഗതേ വസ്തുനി ഇച്ഛാ ദർശനാത്, അനപഗതേ വസ്തുനി ഇച്ഛായാഹ അദർശനാത് തസ്യാഹ മൂലം വിഷയജ്ഞാനം വക്തവ്യം ബ്രഹ്മജ്ഞാനം തു ജിജ്ഞാസായാഹ ഫലം തദേവ മൂലം കഥം. അതായത് ഇവിടെ ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞു അല്ലേ? ജ്ഞാതും ഇച്ഛാ ജിജ്ഞാസ, അറിയാനുള്ള ഇച്ഛയാണ് ജിജ്ഞാസ. ഏതിനെ അറിയാനുള്ള ഇച്ഛയാണ്? ബ്രഹ്മത്തെ. ഏതിനോടുള്ള ഇച്ഛയാണ്? ബ്രഹ്മജ്ഞാനത്തിനോടുള്ള ഇച്ഛ. ജ്ഞാനത്തോടുള്ള ഇച്ഛയാണ്. ജ്ഞാനത്തിന്റെ വിഷയമാണ് ബ്രഹ്മ. അപ്പോൾ ബ്രഹ്മജ്ഞാനത്തിനു വേണ്ടിയുള്ള ഇച്ഛയാണ്. അറിയാത്ത വസ്തുവിൽ ഇച്ഛ വരത്തില്ല. തീർത്തും അറിയാത്ത വസ്തുവിൽ ഇച്ഛ ഉണ്ടാകത്തില്ല. ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് അറിവിന് വേണ്ടിയുള്ള ഇച്ഛ എവിടുന്ന് വന്നു? അനവഗതേ അജ്ഞാതേ അവഗതം ജ്ഞാതം അനവഗതമിതി അനവഗതം അജ്ഞാതം. അനവഗതമായിരിക്കുന്ന അർത്ഥത്തിൽ, അജ്ഞാതാർത്ഥത്തിൽ, അറിയപ്പെടാത്ത വിഷയത്തിൽ, വസ്തുവിൽ ഇച്ഛായ അദർശനാത്, ഇച്ഛ കാണപ്പെടുന്നില്ല. ഇച്ഛ ഉണ്ടെങ്കിൽ എന്ത് വേണം? വസ്തുജ്ഞാനം വേണം. ശരിക്ക് ഒരു ഘട്ടത്തിനോടുള്ള ഇച്ഛയാണെങ്കിൽ ഘട്ടത്തിനോടുള്ള ഇച്ഛ പറ്റും. കാരണം ഘട്ടം ജ്ഞാനസ്വരൂപമല്ല. അപ്പോൾ അറിഞ്ഞ ഘട്ടത്തിൽ ഇച്ഛ സംഭവിക്കാം അല്ലേ? അറിവിന് വിഷയമായിരിക്കുന്ന ഘട്ടം, ഇച്ഛയുടെ വിഷയമായിരിക്കുന്ന ഘട്ടം. ഇവിടെ വിഷയം എന്താ? ഘടത്തിന്റെ സ്ഥാനത്ത് ജ്ഞാനമാണ് അല്ലേ? ജ്ഞാനത്തിന് വേണ്ടിയുള്ള ഇച്ഛ, ഇച്ഛയുടെ വിഷയം ഘടമാവുമ്പോൾ ഘടയിച്ഛ എന്ന് പറയും. ഇവിടെ ഇപ്പോൾ ഏതിനുള്ള ഇച്ഛയാ? ജിജ്ഞാസ ആണ്. ജ്ഞാനത്തിന് വേണ്ടിയുള്ള ഇച്ഛയാണ്. അവിടെ ആ വസ്തു ജ്ഞാനത്തിന്റെ ജ്ഞാനം ഇല്ല എങ്കിൽ, ഘടത്തിന്റെ ജ്ഞാനം ഇല്ല എങ്കിൽ ഘട ഇച്ഛ സംഭവിക്കത്തില്ലായിരുന്നു. ഇതേപോലെ ജ്ഞാനത്തിന്റെ ജ്ഞാനം ഇല്ലായിരുന്നുവെങ്കിൽ ജ്ഞാന ഇച്ഛ സംഭവിക്കത്തില്ലായിരുന്നു. അപ്പോൾ ജ്ഞാനത്തിന്റെ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനായിരുന്നു ഇച്ഛ? ഇനി ജ്ഞാനത്തിന്റെ ജ്ഞാനം ഇല്ലെങ്കിൽ അവിടെ ഇച്ഛ സംഭവിക്കത്തില്ലല്ലോ. വായിക്കോ? അനവഗതേ വസ്തുവിന് ഇച്ഛായ ദർശനാത്, അജ്ഞാതാർത്ഥത്തിൽ ഇച്ഛ സംഭവിക്കത്തില്ല എന്നുള്ളത് കൊണ്ട് തസ്യാഹ ഇച്ഛായാഹ മൂലം, ഇച്ഛയുടെ കാരണം വിഷയജ്ഞാനം വക്തവ്യം, വിഷയത്തിന്റെ ജ്ഞാനമാണ് എന്തിനു കാരണം? ഇച്ഛയ്ക്ക് കാരണം. അപ്പോൾ ഇച്ഛയ്ക്ക് കാരണമായിരിക്കുന്ന വിഷയജ്ഞാനം പറയപ്പെടണം. പക്ഷെ പ്രശ്നം എന്താണ്? ഇവിടെയുള്ള ജ്ഞാനം എന്നുള്ളത് ബ്രഹ്മജ്ഞാനമല്ലേ? വിഷയം ബ്രഹ്മമാണ്, ബ്രഹ്മവിഷയക ജ്ഞാനമാണ്. ബ്രഹ്മജ്ഞാനം തു ജിജ്ഞാസായ ഫലം, ജിജ്ഞാസയുടെ ഫലമാണ് ബ്രഹ്മജ്ഞാനം. അത് തന്നെ തദേവ മൂലം കഥം, അത് തന്നെ മൂലമാവുന്നത് എങ്ങനെയാണ്? മൂലം എന്ന് പറഞ്ഞ കാരണം. കാരണവും ഫലവും ഒന്നാവുന്നത് എങ്ങനെയാ? ബ്രഹ്മജ്ഞാനത്തിനുള്ള ഇച്ഛ വേണം, അതാണ് ജിജ്ഞാസ. ബ്രഹ്മജ്ഞാനത്തിനുള്ള ജിജ്ഞാസ. അവിടെ ജിജ്ഞാസ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം. അപ്പോൾ ജ്ഞാനത്തിൽ നിന്ന് ഇച്ഛ ഉണ്ടായി. ഇച്ഛയുടെ വിഷയം ഏതാ? ബ്രഹ്മജ്ഞാനം. അതാണ് ഫലം. ഫലവും മൂലവും എങ്ങനെയാണ് ഒന്നാവുന്നതെന്നാണ് ചോദ്യം. ഇവിടെ വ്യത്യാസമുണ്ട്. ഫലം അപരോക്ഷജ്ഞാനവും മൂലം അതിന്റെ അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാവും എന്നുള്ള സാമാന്യ ജ്ഞാനവുമാണ്. അതായത് അറിഞ്ഞിട്ട് ശ്രവണാദികളിൽ പ്രവർത്തിക്കണമെങ്കിൽ, അതായത് ഇച്ഛയ്ക്ക് ശേഷമാണ് പ്രവൃത്തി. ബ്രഹ്മജിജ്ഞാസ കൊണ്ട് ശ്രവണാദികളിൽ പ്രവൃത്തി വരുമ്പോൾ ശ്രവണാദികളിലെ പ്രവൃത്തിയിൽ നിന്ന് ഉത്പന്നമാവുന്ന ബ്രഹ്മജ്ഞാനം എന്നുള്ളത് ബ്രഹ്മസാക്ഷാത്കാരം അപരോക്ഷജ്ഞാനമാണ്. അതിന് കാരണമായിരിക്കുന്ന ജ്ഞാനം എന്നുള്ളത്, അതായത് ആ അപരോക്ഷതയിൽ എത്തിയത് ജിജ്ഞാസ കൊണ്ടാണ്. ആ ജിജ്ഞാസയ്ക്ക് കാരണമായിരിക്കുന്ന ജ്ഞാനം ഏതാണ്? ജ്ഞാനം ഇച്ഛ ആണല്ലോ. അത് ഇങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകും എന്നുള്ള സാമാന്യ ജ്ഞാനം മാത്രമാണ്. ആദ്യം പറഞ്ഞു തരാണ്, ഇനി നിങ്ങൾക്കത് ഭാഷ്യത്തിൽ കാണാം.
ഇതിന് ഉത്തരം പറയാണ് ഭാഷ്യത്തില് അവസാന പങ്ക്തി 40-ാം പേജിലെ ഭാഷ അവസാന പങ്ക്തി കണ്ടോ? അവഗതി പര്യന്തം ജ്ഞാനം സൻവാച്യായ ഇച്ഛായ കർമ്മ. കർമ്മ കർമ്മണി കർമാണി എന്നാണ്, കർമ്മം എന്ന് വരില്ല, ശ്രദ്ധിച്ചോളണം. അവഗതി പര്യന്തം ജ്ഞാനം. അപഗതി എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം എന്താ? അല്ലേ? ജ്ഞാനെന്നല്ലേ? ജ്ഞാനപര്യന്തം ജ്ഞാനം എന്ന് പറയുന്നത് ശരിയാണോ? ഭാഷകാരൻ എന്തൊക്കെ എഴുതി കൂട്ടിയത്? അവഗതി പര്യന്തം ജ്ഞാനം. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക് ആദ്യം വൃത്തിവ്യാപ്തി ഫലവ്യാപ്തി മനസ്സിലാക്കണം. നമ്മൾ അധ്യാസത്തിന്റെ 8 അധ്യാസമൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെ വൃത്തിവ്യാപ്തി ഫലവ്യാപ്തി പറഞ്ഞിട്ടില്ല, അല്ലേ? അതുകൊണ്ട് ആദ്യം വൃത്തിവ്യാപ്തി ഫലവ്യാപ്തി എന്താണെന്ന് അറിഞ്ഞോ. നമ്മൾക്കൊരു ജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇത് അപരോക്ഷ ജ്ഞാന സ്ഥലത്താണ് അന്വയിക്കാൻ പോകുന്നത്, പരോക്ഷ സ്ഥലത്ത് അന്വയിക്കത്തില്ല. വിഷയത്തിന്റെ അഭിവ്യക്തി സംഭവിക്കുന്നത് അപരോക്ഷ സ്ഥലത്താണ്. അന്നപ്പോൾ നോക്കിയോ, ഒരു വിഷയം, ആ വിഷയത്തിന്റെ പ്രമാത്മക വൃത്തിക്ക് മുന്നേ ഒരു പ്രമാണ വൃത്തിയുണ്ട്. അതായത് അന്ധഃകരണത്തിൽ നിന്ന് പുറപ്പെടുകയും വിഷയദേശവുമായിട്ട് സന്നികർഷം നടത്താത്ത പുറത്തേക്ക് ഇറങ്ങിയ വൃത്തിയാണ് വൃത്തിജ്ഞാനം എന്നുള്ള ക്രിയ. ഇതിന് നിങ്ങൾക്ക് പ്രമാണ വൃത്തി എന്ന് പറയാം. ഈ വൃത്തി വിഷയമായിട്ട് സന്നികർഷണം നടത്തുമ്പോൾ വിഷയാകാരത്തിലേക്ക് പരിണമിക്കും. ഈ വൃത്തിയാണ് വിഷയത്തിലിരിക്കുന്ന ആവരണത്തെ നഷ്ടപ്പെടുത്തുന്നത്. അതേപോലെ ഈ വൃത്തിയോടുകൂടിയിരിക്കുന്ന ചൈതന്യമാണ് വിഷയത്തെ പ്രകാശിപ്പിക്കുന്നത്. ഇത്രയും മനസ്സിലായോ? ഇനി നമ്മൾക്ക് ദൃഷ്ടാന്തം കാണാം. ദൃഷ്ടാന്തം വേറെ സ്ഥലത്തേക്ക് പോവാണ്. നമ്മൾ ഇരുട്ടുള്ള ഒരു മുറി, അവിടെ നമ്മളൊരു ഘടം വെച്ചിരിക്കുകയാണ്. ഘടത്തെ നമ്മൾ ഒരു തുണി കൊണ്ട് മൂടിയും വെച്ചു. ഇനി വേറൊരാളോട് പറയാണ്, ഞാൻ ഘടത്തെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് റൂമിലേക്ക് വന്നിട്ട് നമ്മൾ ഈ ഘടത്തിന്റെ പൊക്കത്തിരുന്ന് മൂടി അങ്ങോട്ട് മാറ്റി. അപ്പോൾ ഘടം കാണപ്പെട്ടോ? എന്തുകൊണ്ടാ? ഇരുട്ട്. നോക്കിയോ, ആവരണം നഷ്ടപ്പെട്ടിട്ട് പോലും, ഘടത്തിന്റെ ആവരണം നഷ്ടപ്പെട്ടിട്ട് പോലും അവിടെ ഘടം പ്രകാശിക്കാതിരിക്കാനുള്ള കാരണമായിരുന്നു ഘടം ജഡമായിരുന്നു എന്നുള്ളത്. ഘടം പ്രകാശ സ്വരൂപമായിരുന്നു എങ്കിൽ ആവരണം മാറുന്നതോടുകൂടി ഘടം പ്രകാശിച്ചേനെ, അല്ലേ? ഒരു ഘടം, അതിനെ ഞാൻ അങ്ങോട്ട് മൂടി, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഘടം കാണപ്പെടത്തില്ല. ഇവിടെ മൂടി മാറ്റിയാലും ഘടം കാണപ്പെടാതിരിക്കാൻ കാരണം അന്ധകാരത്താൽ ആവൃതമായിരുന്നു. അന്ധകാരത്താൽ അതായത് സ്വയം പ്രകാശനായിരുന്നു എങ്കിൽ അതിന്റെ ആവരണം നഷ്ടപ്പെടുന്നതോടുകൂടി പ്രകാശിച്ചേനെ. ഇവിടെ ഇപ്പോൾ ജഡമായതിനാൽ സ്വയം പ്രകാശനല്ല എന്നുള്ളത് കൊണ്ട് അതിന് ആവരണം വന്നാല് സമാനമാണ്, ആവരണം മാറിയാലും സമാനമാണ്. പിന്നെ എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? വേറൊരു പ്രകാശത്തിന്റെ, എക്സ്റ്റേണൽ ലൈറ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അവിടെ. കാരണം അത് സ്വരൂപത്തിലെ പ്രകാശമല്ല. അപ്പോൾ വേറൊരു പ്രകാശത്തെ ആശ്രയിച്ചും കൊണ്ട് മാത്രമാണ് അപ്രകാശിതമായിരിക്കുന്ന വസ്തുക്കൾ പ്രകാശിക്കത്തുള്ളൂ. എപ്പോൾ? ആവരണം മാറിയാൽ പോലും. ഇനി അതേ റൂമില്, അതേ മുറിയില് ഒരു ടോർച്ച് ലൈറ്റ് കത്തിച്ചു വെച്ചു, അതിനെ അങ്ങോട്ട് ആവരണം ചെയ്തു. ടീക്ക്. ഇനിയിപ്പോൾ അത് പ്രകാശിക്കുകയോ? ആഹാ, ആവരണം വന്നു കഴിഞ്ഞു. ടീക്ക്. ആവരണം വന്നു കഴിഞ്ഞത് കൊണ്ട് അത് പ്രകാശിക്കുന്നില്ല. ദൃഷ്ടാന്തത്തിന്റെ രീതിയിൽ എടുക്കാൻ പാടുള്ളൂ. ടീക്ക്. ഇനിയിപ്പോൾ ഒരാൾ പറയാണ്, ഞാനൊരു ടോർച്ച് വാങ്ങിച്ചിട്ടുണ്ട്, ഇതിനെ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ എന്തേ ചെയ്തിട്ടുള്ളൂ? അതിന്റെ ആവരണം അങ്ങോട്ട് മാറ്റി. ഇനി ആ വസ്തു, ആ ടോർച്ച് ലൈറ്റ് പ്രകാശിക്കുകയോ? ടോർച്ച് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി ടോർച്ചിന് പിറകെ പോയത്. ടോർച്ച് ലൈറ്റ് പ്രകാശിക്കും, കാരണം അത് പ്രകാശ സ്വരൂപമായിരുന്നു. അതിനിപ്പോൾ വേറൊരു പ്രകാശത്തിന്റെ ആവശ്യം വരുന്നില്ല. ഇത്രയും കാര്യം പിടികിട്ടിയല്ലോ ദൃഷ്ടാന്തം. ഇനി നമ്മൾക്ക് ദാഷ്ടാന്തികത്തിലേക്ക് വരാം. ഒരു ഘടത്തിന്റെ ജ്ഞാനസ്ഥലം പോവാണ്. ഘടപ്പോൾ എന്ത് പറ്റി? ഘടം വെളിയിലിരിക്കുന്നു, അവിടത്തേക്ക് അന്ധകരണത്തിന്റെ വൃത്തി വെളിയിലേക്ക് വന്നു, അത് ഘടാകാരത്തിലായി.
ഇനി നോക്കിക്കോ, ഈ ഘടാകാരത്തിലിരിക്കുമ്പോൾ പോലും, വൃത്തി ഘടാകാരത്തിലിരിക്കുമ്പോൾ അന്ധക്കരണത്തിന്റെ വൃത്തി എന്നൊരംശമുണ്ട്, ആ വൃത്തിയിൽ പ്രതിഫലിച്ച ചൈതന്യം എന്നൊരംശമുണ്ട്. എന്തുകൊണ്ടെന്നാൽ പ്രമാദ ആയിരിക്കുമ്പോൾ അന്ധക്കരണാവച്ഛിന്ന ചൈതന്യമാണ്. ഇനി പ്രമാണവൃത്തിയിൽ നിന്ന് പ്രമാത്മക വൃത്തിയായിട്ട് മാറിയപ്പോൾ അതും ഒരു വൃത്തിയും ഒരു ചൈതന്യമായിരിക്കും. നിങ്ങൾ ഇനി വിഷയത്തെ കാണുകയാണെങ്കിൽ ഘടാദികളല്ല വിഷയം, ഘടാദ്യവച്ഛിന്ന ചൈതന്യമായിരിക്കും വിഷയം. 3 സ്ഥലത്തും ചൈതന്യത്തിന്റെ അനുസ്യൂതത. വിഷയം എന്ന് പറഞ്ഞാൽ വിഷയാവച്ഛിന്ന ചൈതന്യമാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ വൃത്തിയും പ്രതിഫലിത ചൈതന്യവും കൂടിയുള്ളതാണ്. അറിയുന്നവൻ, ജ്ഞാത എന്ന് പറഞ്ഞാൽ അന്ധക്കരണവും തദവച്ഛിന്ന ചൈതന്യം, അല്ലെങ്കിൽ അവിദ്യ തദവച്ഛിന്ന ചൈതന്യം. അത് പ്രമാതാവാം, സാക്ഷിയാവാം. ഇതെല്ലാ സ്ഥലത്തും ചൈതന്യം കൂടെ ഇരിക്കും. ഇനി ഓരോരോ സെഷൻ ഇങ്ങനെ മനസ്സിലായിക്കോളേ. ഇനി നമ്മൾക്ക് വേണ്ടത് ഘടാകാര വൃത്തി സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു വൃത്തിയും അതിൽ പ്രതിഫലിച്ച ചൈതന്യവും നിലനിൽക്കും. കേവല വൃത്തി എന്നുള്ളത് ജഡമായതുകൊണ്ട് വിഷയത്തിലെ ആവരണത്തെ നശിപ്പിക്കാനുള്ള സാമർഥ്യം വൃത്തിക്കുണ്ടാവത്തില്ല. പക്ഷേ ഇപ്പൊ ഉദാഹരണത്തിന് സൂര്യന്റെ പ്രകാശം നേരിട്ട് വന്നാൽ താഴെയിരിക്കുന്ന പുല്ലിനെയോ പേപ്പറിനെയോ ഒന്നും കത്തിക്കത്തില്ല. പക്ഷെ ഒരു ലെൻസിലൂടെ കടത്തി വിട്ടു കഴിഞ്ഞാൽ നമുക്കതിനെ കത്തിക്കാൻ പറ്റും. ഇതേപോലെ കേവല വൃത്തിക്ക് വിഷയത്തിലിരിക്കുന്ന ആവരണത്തെ നശിപ്പിക്കാനുള്ള സാമർഥ്യം ഇല്ല എങ്കിലും ചൈതന്യയുക്തമായിരിക്കുന്ന വൃത്തിക്ക് ഒരു സാമർഥ്യമുണ്ട്, അത് വിഷയത്തിലുള്ള ആവരണത്തെ നശിപ്പിച്ചു തരും. വിഷയനിഷ്ഠ ആവരണത്തെ വൃത്തി നശിപ്പിക്കുമ്പോൾ എന്ത് പറ്റി? ഘടത്തിന്റെ ആവരണം നഷ്ടപ്പെട്ടു. അതായത് ഇനി ഈ ഘടത്തെ കുറിച്ച് കുറച്ച് കേട്ടിട്ട് ഇങ്ങോട്ട് വരാം. ഘടം എന്നുള്ളത് ആവൃത ചൈതന്യത്തിൽ അധ്യസ്ഥമായിരുന്ന വസ്തുവാണ്. ഘടാവച്ഛിന്ന ചൈതന്യം ആവൃതമാണ്, ആ ചൈതന്യത്തിലാണ് ഘടം അധ്യസ്ഥമായിരുന്നത്. പ്രകാശിപ്പിക്കുന്നതായിരിക്കട്ടെ അനാവൃത ചൈതന്യമായിരിക്കും. വൃത്തിയാല് ഘടാവച്ഛിന്ന ചൈതന്യം ആവൃതനായിരുന്ന ഘടാവച്ഛിന്ന ചൈതന്യത്തിന്റെ ആവരണം നഷ്ടപ്പെടുമ്പോൾ ആ അനാവൃതനായിരിക്കുന്ന സാക്ഷി ചൈതന്യം വിഷയത്തെ പ്രകാശിപ്പിക്കും. ഇതാണ് നിങ്ങളെ പ്രക്രിയ. ഇനി നമ്മൾ വൃത്തിയിലേക്ക് തന്നെ വരികയാണ്. ഈ വൃത്തി സ്ഥലത്ത് ഒരു വൃത്തിയുണ്ട്, ഒരു ചൈതന്യമുണ്ട്, പ്രതിഫലിത ചൈതന്യം. പ്രതിഫലിത ചൈതന്യത്തിന്റെ സഹായം കൊണ്ട് വൃത്തിക്ക് ഒരു മഹിമയുണ്ട്. ആ മഹിമയെ വെച്ചിട്ട് വിഷയത്തിലെ ആവരണത്തെ ആര് നഷ്ടപ്പെടുത്തും? വൃത്തി നഷ്ടപ്പെടുത്തും. ഇതിനെയാണ് വൃത്തിവ്യാപ്തി എന്ന് പറയുന്നത്. വൃത്തിയാലുള്ള വിഷയനിഷ്ഠ ആവരണത്തിന്റെ നാശത്തെയാണ് വൃത്തിവ്യാപ്തി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആവരണ നാശം എന്നുള്ളതാണ് വൃത്തിയുടെ കൃത്യം കാര്യം. ഇതിന് നമ്മൾ എന്ത് പറയും? വൃത്തിവ്യാപ്തി. വൃത്തിയാലുള്ള വിഷയനിഷ്ഠ ആവരണത്തിന്റെ നാശമാണ് വൃത്തിവ്യാപ്തി. ഇങ്ങനെ ഘടത്തിന്റെ ആവരണം നഷ്ടപ്പെട്ടാലും ഘടം ജഡമായതുകൊണ്ട് സ്വന്തം നിലയ്ക്ക് പ്രകാശിക്കത്തില്ല. ആവരണം നഷ്ടപ്പെട്ടാൽ പോലും ഘടം പ്രകാശിക്കത്തില്ല. കാരണം ഘടം പ്രകാശ സ്വരൂപമല്ല. ആയതിനാൽ ഇനി എന്ത് വേണം? ആ ഘടത്തെ പ്രകാശിപ്പിക്കാനായിട്ട് വൃത്തിയോട് കൂടിയിരുന്ന് ചേതനൻ ഉണ്ടായിരുന്നു. ആ ചേതനൻ വൃത്തിയോട് കൂടിയിരുന്ന്, അന്ധക്കരണ വൃത്തിയോട് കൂടിയിരുന്ന ചേതനൻ, അന്ധക്കരണ വൃത്തിയെയും ചേതനെയും കൂടി എടുത്തിട്ടാണ് നമ്മൾ ജ്ഞാനം, പ്രമാത്മക ജ്ഞാനം എന്ന് പറഞ്ഞത്. ഈ ജ്ഞാനം എന്തൊക്കെ ചെയ്തു? ആവരണത്തെ നഷ്ടപ്പെടുത്തി. അത് വൃത്തിയാണ് ശരിക്ക് ആവരണത്തെ നഷ്ടപ്പെടുത്തിയത്. ഈ സമയത്ത് നമ്മൾ ജ്ഞാനം ആവരണത്തെ നഷ്ടപ്പെടുത്തി എന്നാ പറയാറ്. ഇനി അടുത്ത കാര്യമാണ് വരുന്നത്. വൃത്തിയോടുകൂടിയിരുന്ന് ചൈതന്യാംശം, പ്രതിഫലിത ചൈതന്യാംശം ഈ വിഷയത്തെ പ്രകാശിപ്പിക്കും. കാരണം ശരിക്കും പ്രകാശിക്കുന്നത് ചൈതന്യമാണ്. വിഷയത്തിന്റെ ആവരണം നഷ്ടപ്പെട്ടപ്പോൾ വിഷയ അവച്ഛിന്ന ചൈതന്യവും വൃത്തി അവച്ഛിന്ന ചൈതന്യവും ഏകലോലീഭാവം പ്രാപിച്ചും കൊണ്ട്, എന്ന് പറയുക ഏക സ്വരൂപം പ്രാപിച്ചും കൊണ്ട് പ്രകാശിക്കുമ്പോൾ, ആര് പ്രകാശിക്കുമ്പോൾ? വിഷയ ചൈതന്യ അഭിന്നമായിരിക്കുന്ന വൃത്തി ചൈതന്യം പ്രകാശിക്കുമ്പോൾ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന വിഷയവും പ്രകാശിക്കുകയാണ്. അന്നപ്പോൾ വൃത്തിയിൽ പ്രതിഫലിതമായിരിക്കുന്ന ചൈതന്യത്താൽ വിഷയത്തിന്റെ പ്രകാശം നടക്കുന്നുണ്ട്. ഇതിനെയാണ് ഫലവ്യാപ്തി എന്ന് പറയുന്നത്. ഫലം എന്ന് പറഞ്ഞാൽ വൃത്തിയിൽ പ്രതിഫലിച്ച ചൈതന്യമായിരുന്നു. അതിന്റെ വ്യാപ്തി എന്നുള്ളതാണ് അതിന്റെ കാര്യം എന്നുള്ളതാണ് വിഷയത്തിന്റെ പ്രകാശം എന്നുള്ളത്. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ജഡ വിഷയസ്ഥലത്ത് നടക്കുന്നുണ്ട്. ഇത് വൃത്തിവ്യാപ്തിയും ഫലവ്യാപ്തിയും രണ്ടും വെച്ചിരിക്കുകയാണ്. ഇനി ബ്രഹ്മാകാര വൃത്തി സ്ഥലത്ത് എന്ത് സംഭവിക്കുന്നു നോക്കിക്കോ. ഒരു ബ്രഹ്മ, അത് തന്റെ സ്വരൂപം,
ജ്ഞാതാവ് ആരാ? അതേ ബ്രഹ്മം അന്ധക്കരണ പരിച്ഛിന്നനായിക്കൊണ്ട് ജ്ഞാതാവായി അല്ലേ? ഇനി ഇവൻ എന്തുണ്ടായി? പ്രമാണ വൃത്തി ഉണ്ടായി, അത് പ്രമാത്മക വൃത്തിയായി എന്ന് പറയാൻ തഥാകാരത്തിൽ സംബന്ധമൊന്നുമില്ല, സ്വരൂപം തന്നെയല്ലേ. അപ്പൊ തഥാകാരത്തിൽ വന്നിരിക്കുകയാണ് ബ്രഹ്മാകാരത്തിൽ ഇരിക്കുന്ന വൃത്തി. ഈ ബ്രഹ്മാകാരത്തിൽ ഇരിക്കുന്ന വൃത്തി, ഈ വൃത്തിയിൽ രണ്ടംശമുണ്ട്. ഏതൊക്കെ? ബ്രഹ്മ ആകാരവും ആണത്, ബ്രഹ്മം വേറെയാണ്. ബ്രഹ്മത്തിന്റെ വൃത്തിയിലെ ബ്രഹ്മത്തിന്റെ ആകാരത സംഭവിക്കുന്നത്. ബ്രഹ്മത്തിന്റെ ആകാരം എന്തായിരിക്കും? സത്യജ്ഞാനം ആനന്ദം ബ്രഹ്മ. അതെ, അത്രേ ഉള്ളൂ. സത്യജ്ഞാനം അനന്തം ബ്രഹ്മ, ആനന്ദം ബ്രഹ്മ. അല്ലാതെ അയ്യോ ഘടാകാരം പോലെ എന്താ ആകാരം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വായുവിന് എന്താ ആകാരമുള്ളത്? വായുവിന്റെ സ്വരൂപമാണ് വായുവിന്റെ ആകാരം. വായു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വൃത്തി മനസ്സിൽ വരുന്നുണ്ടോ? നൈയായികനാണെങ്കിൽ എന്ത് വൃത്തി വരും? രൂപരഹിത സ്പർശവാൻ വായു എന്നുള്ള ബോധം ഉണ്ടാകുന്നുണ്ട്. ഇത് തന്നെയാണ് ആ വൃത്തി. മനസ്സിലായോ? അങ്ങനെ ബ്രഹ്മത്തെക്കുറിച്ച് ശാസ്ത്രത്തിൽ നിന്ന് ശ്രവണം നടത്തിയവന് പരോക്ഷമായിട്ടും അപരോക്ഷമായിട്ടും വൃത്തി സംഭവിക്കും. ഈ അപരോക്ഷ വൃത്തിയെ നമുക്ക് ആവശ്യമുള്ളൂ, കാരണം അവനാണ് അജ്ഞാനത്തെ നശിപ്പിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ സത്യജ്ഞാന അനന്ത സ്വരൂപനായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ അന്ധക്കരണ വൃത്തി സംഭവിക്കുമ്പോൾ ആ വൃത്തിയിലും എന്തുണ്ട്? ഒരു അംശം ചൈതന്യമുണ്ട്, പ്രതിഫലിതമായിരിക്കുന്ന ചൈതന്യമുണ്ട്. ഈ ചൈതന്യത്തിന്റെ സഹായം വൃത്തിക്കുള്ളത് കൊണ്ട് ഇവിടെയും വൃത്തി ജഡം തന്നെയാണ്. അത് ബ്രഹ്മാകാര വൃത്തിയായാലും വേണ്ടിയില്ല, ഘടാകാര വൃത്തിയായാലും വേണ്ടിയില്ല, അന്ധക്കരണത്തിന്റെ വൃത്തി ജഡങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ ചൈതന്യത്തിന്റെ സഹായമുള്ളതിനാൽ ഈ വൃത്തി എന്ത് ചെയ്യും? ബ്രഹ്മനിഷ്ഠ ആവരണത്തെ നശിപ്പിക്കും. ബ്രഹ്മനിഷ്ഠ ആവരണം നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി എന്താ വേണ്ടത്? വൃത്തിവ്യാപ്തി സംഭവിച്ചു അല്ലെ? വൃത്തിവ്യാപ്തി എന്ന് പറഞ്ഞാല് വൃത്തിയാലുള്ള ആവരണത്തിന് നാശം കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ഫലവ്യാപ്തിയായിരുന്നു വേണ്ടത്. അതിവിടെ ആവശ്യമില്ല. എന്തുകൊണ്ടാ? ബ്രഹ്മത്തിന്റെ ആവരണം നഷ്ടപ്പെടുന്നതോടുകൂടി ബ്രഹ്മം സ്വയം പ്രകാശനായതിനാൽ അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റാരും വേണ്ട, അത് പ്രകാശിച്ചുകൊള്ളും. ആയതിനാൽ ഫലത്തിന്റെ എന്ന് പറയുന്ന വൃത്തിയിൽ പ്രതിഫലിച്ച ചൈതന്യത്തിന്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ പ്രകാശം, വിഷയത്തിന്റെ പ്രകാശം നടത്തുക എന്നുള്ളത് ഇവിടെ ആവശ്യപ്പെടുന്നില്ല. ഇതില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രഹ്മവസ്തു ജ്ഞാനത്തിന്റെ വിഷയാവത്തില്ല മക്കളെ എന്ന് പറയുന്നത്. ഇനി വിഷയാവും എന്ന് പറയാൻ കാരണം എന്താ? വൃത്തിയാൽ ആവരണത്തിന്റെ നാശം നടത്തുന്നുണ്ട് എന്നുള്ളതിനാൽ ബ്രഹ്മജ്ഞാനത്തിന്റെ വിഷയമാണ് ബ്രഹ്മം എന്ന് പറയാം. ഇതാണ് ടോപ്പ് ഓർഡർ ഗ്രന്ഥങ്ങളിൽ വരുന്നത്. ഇതൊന്നും അറിയാത്ത കൊണ്ടാണ് നമ്മൾ ഗുരുക്കന്മാരെ, ഇത് അറിയാത്ത ഗുരുക്കന്മാരെ സോക്കോൾഡ് ഗുരുക്കന്മാർ എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ പ്രക്രിയ അറിയത്തില്ല. നിങ്ങൾ എവിടുന്ന് ജ്ഞാനിയായി? ठीक है, പ്രക്രിയ അറിഞ്ഞിട്ട് ജ്ഞാനിയാവുന്നില്ല, എന്നിട്ടാണ് പ്രക്രിയ അറിയാത്ത നിങ്ങൾ ജ്ഞാനിയാവുന്നത്? ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അത് സ്വന്തം പിള്ളേരെ എടുത്ത് പറഞ്ഞാൽ മതി. ठीक है. ഗുരു എന്ന് പറഞ്ഞാൽ ശിഷ്യന്റെ അജ്ഞാനം നിവർത്തിപ്പിക്കാനുള്ള സാമർത്ഥ്യം ഉള്ളവനായിരിക്കണം. അതിന് പ്രക്രിയ തന്നെയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ പ്രക്രിയ എന്നല്ല. ഇവിടെ ഇപ്പോൾ അപഗതി പര്യന്തം എന്ന് പറഞ്ഞപ്പോൾ ഇത്തരം ബാക്ക്ഗ്രൗണ്ട് വേണം അറിയാൻ, എങ്കിൽ മാത്രമേ ഇവിടെ ഈ ഒരു സാധനം മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ വൃത്തിവ്യാപ്തി ഫലവ്യാപ്തി ഏകദേശം പിടികിട്ടിയല്ലോ. അപ്പൊ ഫലം എന്ന് പറയുന്നത് അർത്ഥം വൃത്തിയിൽ പ്രതിഫലിച്ച ചൈതന്യം, അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് അർത്ഥം വിഷയത്തിന്റെ പ്രകാശം. വിഷയത്തെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് ഫലത്തിന്റെ കാര്യം. അത് എവിടെയില്ല? ബ്രഹ്മാകാര അപരോക്ഷ വൃത്തി സ്ഥലത്തില്ല. പക്ഷേ ഘടാകാര അപരോക്ഷ വൃത്തി സ്ഥലത്ത് വരും. അത് ഇത്രയും പിടികിട്ടിയല്ലോ. അപ്പോൾ ബ്രഹ്മജ്ഞാനത്തിന്റെ വിഷയമാണോ അല്ലയോ? ബ്രഹ്മജ്ഞാനത്തിന്റെ വിഷയമാവുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. ബ്രഹ്മജ്ഞാനത്തിന് വിഷയമാവും. അല്ല, ബ്രഹ്മം ആവരണനാണെങ്കിൽ പോലും അവന്റെ സത്താംശത്തിൽ ആവരണമില്ല. അതുകൊണ്ട് അത് ഇവിടുത്തെ വിഷയമല്ല. വൃത്തിജ്ഞാന സ്ഥലത്ത് ഈ ഒരു കാര്യമൊന്നും കൊണ്ടുവരരുത്. അത് വൃത്തിയില്ലെങ്കിലും വൃത്തികെട്ടവൻ ആണവൻ. എങ്ങനെ? സതാംശത്തിലും ചിതാംശത്തിലും അതിന്റെ ഭാനം ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിന് വൃത്തിയുടെ ആവശ്യമൊന്നുമില്ല. ആ വൃത്തിയാണ് സാക്ഷി വൃത്തി, വൃത്തിയുടെ പ്രകാശം. അതുകൊണ്ടാണ് പറയുന്നത് സാക്ഷി സ്വരൂപവും ഈ സ്ഥലമൊക്കെ മനസ്സിലാക്കാൻ നല്ല കഷ്ടപ്പാടാണ്. എത്രയോ സാധനങ്ങൾ ഒന്നിച്ച് വരും ഇവിടെ. ഇപ്പോ വൃത്തിവ്യാപ്തി ഉണ്ടാവും, ഫലവ്യാപ്തി ഉണ്ടാവില്ല. ബ്രഹ്മത്തില് വൃത്തിവ്യാപ്തി ഉണ്ടാവും, ഫലവ്യാപ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതുകൊണ്ട് ബ്രഹ്മജ്ഞാനത്തിന് വിഷയമാവും. ജ്ഞാനത്തിന് വിഷയമാവുന്നാണോ പഠിപ്പിച്ചത്? വൃത്തിവ്യാപ്തി മാനിക്കുകയാണെങ്കിൽ ബ്രഹ്മ വിഷയമാവും, ഫലവ്യാപ്തി മാനിക്കുകയാണെങ്കിൽ വിഷയമാവില്ല. ഇന്നത്തെ ക്ലാസ്സിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടോ? ഇന്നത്തെ പറഞ്ഞില്ലേ? ക്ലാസ്സിൽ പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞു തരുന്ന നേരം, ഞാനിപ്പോൾ മണ്ഡലേശ്വരുടെ ക്ലാസ്സിൽ ഇനിയും പോയിരുന്നാൽ ഞാൻ ഫ്രഷ് വിദ്യാർത്ഥിയായിട്ട് ഇരിക്കാറില്ല അവിടെ. സ്വാമി ഞാനിതൊക്കെ പഠിപ്പിക്കുന്നതല്ലേ ഞാൻ വിചാരിക്കാറില്ല, പണിപാടും. കാരണം ഇതിൽ ഇനിയും എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കുന്നത്.
ഇനിയും മനസ്സിലാവുകയും ചെയ്യും. അത് വേറൊരു ആംഗിളും സാധനം മനസ്സിലാവാൻ തുടങ്ങും. ഞാൻ ഓരോ ഉപനിഷത്ത് മക്കളെ 3 വട്ടം സ്വാമി എടുത്ത് കേട്ടിട്ടുണ്ട്. ഒരു പണിയില്ലായിരുന്നു. 5 സ്റ്റാറിന്റെ പരസ്യം പോലെയായിരുന്നു. ഉച്ചനെ ഇതിഹാസിലെ കൈനി ജാനപ്പെടാ. അതുകൊണ്ട് ക്ലാരിഫൈ ചെയ്തു തരുന്നതനുസരിച്ച് നമ്മൾ കൂടെ പോയിക്കൊണ്ടേയിരിക്കണം. നമ്മൾ വളരെ കീനായിരിക്കണം വിഷയത്തിൽ. എങ്കിൽ മാത്രമേ പ്രക്രിയ സൈഡ് കിട്ടത്തുള്ളൂ. എത്ര പറഞ്ഞാലും നിങ്ങൾ പിന്നെയും പറഞ്ഞിരിക്കും. അതാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുപോരാത്തത്. ഇനി നിങ്ങൾ ഇവിടത്തെ ഇങ്ങോട്ട് വന്നോ. ഗണേജ് പറയും തൊന്തരവ് ഗുരുപൂർണിമയുടെ ദിവസവും വിടൂല. ശരിയേ എന്റെ മക്കളെ, ഞാൻ ഇതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റണം. ശരിയേ കാര്യ അപഗതി ഇല്ലെങ്കിൽ വെറുതെയാണ് ജിന്ദഗി. അല്ലാതെ ഈ ബ്രഹ്മസൂത്രം എടുക്കുന്നതിന് പകരം എനിക്ക് വേണമെങ്കിൽ പഠിച്ചിരുന്നുവെങ്കിൽ എന്തെടുക്കാമായിരുന്നു? ഭാഗവതം എടുക്കാമായിരുന്നു, ലളിതാ ശാസ്ത്രം എടുക്കാമായിരുന്നു, ദുർഗാ സപ്തതി എടുക്കാമായിരുന്നു. ഇങ്ങനെ എന്തൊക്കെ തരയുടെ പരിപാടി കയ്യിലുണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാതെ ഇതെടുക്കാൻ കാരണം എന്താ? അവഗതി എന്നുള്ള സാധനം, വൃത്തിവ്യാപ്തി. ഇവിടെ ഗുരുക്കന്മാർ പറയുന്നത് ജ്ഞാനം ഉണ്ടാവുമൊന്നുമില്ല. പിന്നെ ബ്രഹ്മം ജ്ഞാനത്തിന്റെ വിഷയമാണോ? പിന്നെ നിന്റെ ബുദ്ധിക്ക് വിഷയമായിട്ടിരിക്കുകയല്ലേ? ആണോടോ? തനിക്കുണ്ടാവുന്നില്ലെങ്കിൽ ഇതുണ്ടാവുന്ന ആൾക്കാരുണ്ട്. പ്രാമാണികമാണ് ഇത് താനും. തന്റെ അലപ്പല്ലല്ലോ പ്രാമാണികം. അതുകൊണ്ടാണ് പരമ്പരയ്ക്ക് മഹാത്മ്യമുണ്ട്. പരമ്പര ഇല്ലാതെ എവിടുന്നെങ്കിലും പൊട്ടിമുളയ്ക്കുന്ന ഗുരുക്കന്മാരുടെ പിറകെ പോയി കഴിഞ്ഞാൽ സംഭവം മനസ്സിലാവൂല. അവർക്ക് സംഭവം മനസ്സിലാക്കാൻ വേണ്ടി അല്ലല്ലോ ഇറങ്ങിയത്. എത്രയായല്ലോ? ഇനി നോക്കിക്കോ. അവഗതി പര്യന്തം ജ്ഞാനം സൻ വാച്യായാഹ ഇച്ഛായാഹ കർമ്മ. സൻ എന്നുള്ള ഒരു, അതായത് നിങ്ങളുടെ ജിജ്ഞാസ എന്നുള്ള സ്ഥലത്ത് ഞാ ധാതുവും ഇച്ഛാർത്ഥത്തിൽ വന്നിരിക്കുന്ന സൻ പ്രത്യയമാണിത്. അപ്പോൾ സൻ എന്നുള്ള പ്രത്യയത്തിന്റെ അർത്ഥം എന്തായിരിക്കും? ഇച്ഛ എന്ന. ആ ഇച്ഛയുടെ കർമ്മം എന്താണ്? വിഷയം എന്താണ്? ഇച്ഛയ്ക്ക് ഒരു വിഷയം ഉണ്ടാവുമല്ലോ. അതാണ് അവഗതി പര്യന്തം ജ്ഞാനം. അതിന് ഇച്ഛാ പ്രാഗഭാവം എന്നും പറയൂല്ലേ സ്വാമി? ഇല്ല, അങ്ങനെ ഇച്ഛ പ്രാഗഭാവം എന്ന് പറയാൻ. ഇത് പണ്ട് ജ്ഞാനം സ്വാമി വന്നു കഴിയുമ്പോൾ ന്യായം പഠിച്ചതിന്റെ പേരിൽ ഒരാൾ കിടത്ത വെച്ചെന്ന് പടത്ത വെച്ചെന്ന് പറഞ്ഞ് പോയതിന്റെ പേരിൽ ഒന്നും ന്യായം ആവത്തില്ല. ന്യായം അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. അതുകൊണ്ട് വയ്യ. അവഗതി പര്യന്തം. അവഗതി എന്നുള്ള സമയത്ത് നമ്മളിപ്പോൾ പറഞ്ഞു, ജ്ഞാനം ഉത്പന്നമായപ്പോൾ വിഷയത്തിലെ ആവരണം നഷ്ടപ്പെട്ടു. ആ ആവൃത്തനായിരിക്കുന്ന വസ്തുവിന്റെ ആവരണം നഷ്ടപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? വസ്തു അനാവൃതനായി. ഇപ്പം ബ്രഹ്മാകാര വൃത്തി വരികയാണെങ്കിൽ ബ്രഹ്മാകാര വൃത്തിയാല് വിഷയതവിടെ ബ്രഹ്മം ബ്രഹ്മം അല്ല ബ്രഹ്മ. ബ്രഹ്മ ബ്രഹ്മണി ബ്രഹ്മാണി നപുംസകലിംഗത്തിലാണ്. അപ്പോൾ വിഷയമാണ് ഇവിടുത്തെ ബ്രഹ്മ അല്ലേ? വിഷയം എന്ന് പറയാൻ പാടുണ്ടോ? പാടുണ്ട്. ഗുരുക്കന്മാരുടെ മക്കൾ പറയണ്ട, ഞങ്ങൾ പറയും. ശരിയെ അതായത് സോക്കോൾഡ് ഗുരുക്കന്മാരുടെ മക്കൾ പറയേണ്ടത്. നിങ്ങൾ കഷ്ടപ്പെടണ്ട, ബുദ്ധിമുട്ട് ഒഴിവാക്കാലോ. എന്ത് കാര്യത്തിന്? ഗുരുവിന്റെ ദേഷ്യം വന്നാലോ, ഗുരു ആശ്രമം ചവിട്ടി പുറത്താക്കിയാലോ, പിന്നെ നമുക്ക് ആലകൾ കിട്ടാതെ പോകൂലേ? അതുകൊണ്ട് അവിടെ തന്നെ നിന്നോ. പക്ഷെ ശാസ്ത്രാനുസാരം പറയാം. അപ്പോൾ അവഗതി പര്യന്തം എന്നുള്ള സ്ഥലത്ത് അവഗതിക്ക് അർത്ഥമാണ് അനാവൃതനായിക്കൊണ്ടുള്ള വിഷയത്തിന്റെ പ്രകാശം. അത് അവസാനത്തിലുള്ളത് യാതൊരു വൃത്തിജ്ഞാനത്തിൻ്റെതാണോ ആ വൃത്തിജ്ഞാനമാണ് അവഗതി പര്യന്തം ജ്ഞാനം. അവഗതിയിൽ അവസാനിക്കുന്ന യാതൊരു ജ്ഞാനമുണ്ടോ? അതാണ് സൻ വാച്യായ ഇച്ഛായ കർമ്മ. സൻ എന്നുള്ള പ്രത്യയത്തിന്റെ വാച്യമാണ് ഇച്ഛ. ആ ഇച്ഛയുടെ കർമ്മം എന്ന് പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? അപരോക്ഷ ബ്രഹ്മാകാര വൃത്തി. ആ അപരോക്ഷ ബ്രഹ്മാകാര വൃത്തിയാണ് എന്ത് ചെയ്യുന്നത്? അവഗതി പര്യന്തം ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിഷയത്തിന്റെ അഭിവ്യക്തി ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോഴും ശാസ്ത്രത്തിൽ നിന്ന് ബ്രഹ്മാവഗതി ഇല്ലേ? ഉണ്ട്. എന്നിട്ടും വിഷയം അനാവൃതനായോ? ഇല്ല. നമ്മൾക്ക് ഇപ്പോഴുള്ള ഈ ബ്രഹ്മാകാര വൃത്തിക്ക് വേണ്ടിയാണോ പ്രയത്നിക്കുന്നത്? അല്ല. അപ്പം ജിജ്ഞാസയുടെ വിഷയം ആരായിരുന്നു? ഏതൊരു ജ്ഞാനത്താൽ ബ്രഹ്മം അനാവൃതനായി പ്രകാശിക്കുമോ? ഇപ്പോൾ ബ്രഹ്മത്തിന്റെ പ്രകാശം ഉണ്ടോ? ഉണ്ട്. ഈ ബ്രഹ്മപ്രകാശം എങ്ങനെയുള്ളതാ? ആവരണാത്മകമാണ്. ആവരണാത്മകം എന്ന് പറയില്ല, ആവൃതാത്മകം എന്ന് പറയാം. ആവൃതാത്മകം. ആവരണവും ആവൃതവും ഒക്കെ വ്യത്യാസമുണ്ട്. ആവരണാത്മകൻ എന്ന് പറഞ്ഞാൽ അജ്ഞാന സ്വരൂപം നായിപ്പോയി. ശരിക്ക് ആവൃതാത്മകനാണ്. ആവൃതാത്മകൻ ആവരണാത്മകനാണോ? അല്ല. അല്ല.
അല്ല. അപ്പോൾ ആവൃതാത്മകൻ പ്രകാശിക്കുകയോ? പ്രകാശിക്കും. ആവൃതാത്മകന്റെ പ്രകാശം എങ്ങനെയാ? ആവൃതാത്മകം ആയുധമായിക്കൊണ്ട് അതിങ്ങനെയാന്ന് പറയാം, അതെങ്ങനെയാന്ന് പറയാം. സാക്ഷിയാണ്. സാക്ഷി സ്വരൂപനാണ്, സാക്ഷിയാണ്. സാക്ഷിയും കേവല സ്വരൂപമൊക്കെയുള്ള വ്യത്യാസമാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ഹയർ ടെക്സ്റ്റ് വിഷയമാണ്. ഇതിലൂടെ പോയെങ്കിൽ മാത്രമേ സാക്ഷി ആരാണെന്നും കേവല ശുദ്ധൻ ആരാണെന്നും ജ്ഞാനം എന്താണെന്നൊക്കെ തിരിച്ചറിവുണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾക്ക് പോയിക്കൊള്ളുക ഗുരുവാശ്രമത്തിലേക്ക്. അപ്പൊ സ്വാമിജി ആവൃതനാണെങ്കിൽ സാക്ഷിയും, ആവരണം വരുമ്പോൾ പ്രതിബിംബം, ഇങ്ങനെ പറയാമോ? ആവരണാത്മകം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ആവരണം എന്ന് പറയുമ്പോൾ പ്രതിബിംബവും ആവരണാത്മകം എന്ന് പറയുമ്പോൾ എന്നല്ലേ പറഞ്ഞത്? അതെ, ആവൃതാത്മകൻ സാക്ഷി, ആവരണത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പ്രതിബിംബം. ഇല്ല, ആവരണത്തിലേക്ക് എന്തിനാ കിടക്കുന്നത്? ആവരണം അജ്ഞാനമല്ലേ? എന്തിനാ വേണ്ടാതെ എന്തിനാ കടക്കാൻ പോയത്? ഇതേ ആദ്യം പറഞ്ഞതിലൂടെ മാത്രം പോവുക, എന്നിട്ട് നമ്മൾ സ്വന്തം ചിന്തിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇതൊന്നും കയ്യിൽ വരത്തില്ല. ഇവര് കൊണ്ടുപോകുന്ന ദൂരത്തിൽ കുറെ ദൂരം നമ്മൾ കൊണ്ടുപോയ ശേഷം മാത്രം നമ്മൾ എക്സ്ട്രാ കയ്യിൽ ഇടാൻ ശ്രമിക്കുക. ഇല്ലാതെ എക്സ്ട്രാ ഈ കയ്യിൽ ഉണ്ടാവത്തുള്ളൂ, അവർ പറഞ്ഞ കയ്യിൽ ഉണ്ടാവത്തില്ല. വെയിറ്റ്. ഇതിന്റെ വ്യാഖ്യാനം ടീക നോക്കുക. ആവരണ നിവൃത്തി രൂപ അഭിവ്യക്തിമ ചൈതന്യം അവഗതി. അവഗതിക്ക് അർത്ഥമാണ് ആദ്യം പറയുന്നത്. അത് പര്യന്തമായിരിക്കുന്ന ജ്ഞാനത്തെ പിന്നെ കൊണ്ടുവരാം. ആവരണ നിവൃത്തി രൂപ, ആവരണം നിവൃത്തമായി കഴിഞ്ഞാൽ എന്തായി? ചൈതന്യം അഭിവ്യക്തമായില്ലേ? ആവരണ നിവൃത്തി രൂപ അഭിവ്യക്തിമാത്, അഭിവ്യക്തി ഏതിനാണോ ഉള്ളത് അതാണ് അഭിവ്യക്തിമാത് ചൈതന്യം. ഈ ചൈതന്യത്തെ വൃത്തിയിലെ ചൈതന്യമല്ലേ പ്രകാശിപ്പിച്ചത്? അല്ല, അത് ഘടാകാര പ്രകാശ സ്ഥലത്ത്. ഇത് ചൈതന്യ പ്രകാശമാണ്. ഓക്കെ, ആവരണ നിവൃത്തി രൂപ. കാരണം ആവരണം നിവൃത്തമായി കഴിഞ്ഞാൽ ചൈതന്യത്തിന്റെ അഭിവ്യക്തി നടന്നു. അതുകൊണ്ടാണ് ആവരണ നിവൃത്തി രൂപമാണ് ചൈതന്യത്തിന്റെ അഭിവ്യക്തി എന്ന് പറഞ്ഞത്. കാരണം രണ്ടും ഒരേ സ്വരൂപത്തിലാണ്. ആവരണം നിവൃത്തമായി, ചൈതന്യ അഭിവ്യക്തമായി. അപ്പോൾ ആവരണത്തിന് നിവൃത്തി എങ്ങനെ വന്നു? വൃത്തിജ്ഞാനം കൊണ്ട്, ബ്രഹ്മാകാര വൃത്തിജ്ഞാനം കൊണ്ട്. അതാണ് നമ്മൾ ബുദ്ധിവൃത്തിയാണെന്ന് പറയുന്നത്. ഇത് മാനിക്കാത്ത ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു കാലത്ത് ബുദ്ധിവൃത്തി സംഭവിക്കുമോ? ഒരിക്കലും സംഭവിക്കത്തില്ല. അവർക്ക് എന്ത് ചെയ്യാം? ഒരു കല്ലിൽ 4 ഭാഗത്ത് 4 മൂർത്തികൾ ഉണ്ടാക്കിയിട്ട് കൊടൂരം തപസ്സനുഷ്ഠിച്ചു. ഏതെങ്കിലും ഒരു കാലത്ത് അന്ധകരണം ശുദ്ധമായാലും, ശുദ്ധമാകുമ്പോൾ ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഇല്ലെങ്കിൽ അതുവരെയാണ് ജോലി ചെയ്ത് ജീവിതം തീർക്കാൻ വേണ്ടിയിട്ട്. ആവരണ നിവൃത്തി രൂപ അഭിവ്യക്തിമത് ചൈതന്യം, ചൈതന്യത്തിന്റെ അഭിവ്യക്തി ഉണ്ടാവുകയാണ്. അഭിവ്യക്തിമത് ചൈതന്യം അവഗതിഹി, നിരാവൃതനായിരിക്കുന്ന ബ്രഹ്മസ്വരൂപമാണ് ഇവിടെ അവഗതിഹി എന്ന് പറഞ്ഞത്. അത് പര്യന്തം എന്ന് പറഞ്ഞാൽ അവധിർ യസ്യ അഖണ്ഡ സാക്ഷാത്കാര വൃത്തിജ്ഞാനസ്യ. ഇത് എപ്പോഴാണ് ഉണ്ടാവുന്നത്? അഖണ്ഡ സാക്ഷാത്കാരം. അഖണ്ഡം എന്ന് പറഞ്ഞാല് മക്കളെ തൈലധാര പോലെ വൃത്തിജ്ഞാനത്തെയാണ് പറയുന്നത്? അല്ല, അഖണ്ഡം എന്നുള്ളത് വൃത്തിയുടെ വിശേഷണമല്ല, വിഷയത്തിന്റെ വിശേഷണമാണ്. അഖണ്ഡം ബ്രഹ്മ തഥാകാര വൃത്തിയാണ് അഖണ്ഡാകാര വൃത്തി. അതല്ലാതെ വൃത്തിയുടെ വിശേഷണമല്ല മക്കളെ അഖണ്ഡം. അഖണ്ഡ സാക്ഷാത്കാര വൃത്തി. വൃത്തിയുടെ വിശേഷണം എന്താ? സാക്ഷാത്കാരം. മതി. സാക്ഷാത്കാരമാണ് വൃത്തിയുടെ വിശേഷണം. എന്ന് പറയുന്ന അർത്ഥം പരോക്ഷ വൃത്തിയുണ്ട്, അപരോക്ഷ വൃത്തിയുണ്ട്. ഈ അപരോക്ഷ വൃത്തി കാണിക്കാനാണ് സാക്ഷാത്കാര വൃത്തി എന്ന് പറഞ്ഞത്. സാക്ഷാത്കാരവും അപരോക്ഷവും പ്രത്യക്ഷവും ഒന്നല്ലേ? അത് മൂന്നും ഒന്നാ. ചിലർ പറയും ശാസ്ത്രത്തിൽ നിന്ന് അപരോക്ഷം ഉണ്ടാവൂല. അപരോക്ഷം ഞങ്ങളെ ഗുരുവിന്റെ അടുത്ത് നിന്നാല് പോടും മക്കളെ. അതൊക്കെ ആദ്യം ശാസ്ത്രം പഠിക്ക്, വിവരക്കേട് പറയാതെ. അപ്പോൾ അവഗതി പര്യന്തത്തിന് അർത്ഥം പറയാണ് അവധിർ യസ്യ അഖണ്ഡ സാക്ഷാത്കാര വൃത്തിജ്ഞാനസ്യ. യാതൊരു അഖണ്ഡ സാക്ഷാത്കാര വൃത്തിജ്ഞാനം എന്നുള്ള ബ്രഹ്മാകാര അപരോക്ഷ വൃത്തിജ്ഞാനത്തിന്റെ അവധി ചേതനന്റെ അഭിവ്യക്തിയാകുന്നുവോ? ചേതനൻ വേറെ അഭിവ്യക്തി വേറെയാണോ? അല്ല. പക്ഷെ ചേതനൻ ഇപ്പോൾ ഉണ്ട്, പക്ഷെ അഭിവ്യക്തമല്ല. മനസ്സിലായോ? ഇപ്പോൾ ആവൃത ചൈതന്യമാണ്, വൃത്തിയോടുകൂടി അനാവൃത ചൈതന്യം എത്തിച്ചത്. അപ്പോൾ ഈ ബ്രഹ്മാകാര വൃത്തി ഉണ്ടായ ശേഷം എത്ര സെക്കൻഡിന് ശേഷമായിരിക്കും ബ്രഹ്മത്തിന്റെ പ്രകാശം ഉണ്ടാവുക? ഒന്നുമില്ല സ്വാമിജി, ഓൺ ദ സ്പോട്ട്. ഓൺ ദ സ്പോട്ട് എന്ന് പറഞ്ഞാല്
ആ ആവരണത്തെ നശിപ്പിച്ചും കൊണ്ടാണ് ജ്ഞാനം ഉത്പന്നമാവുന്നത്. ആവരണം നഷ്ടപ്പെടുന്നതോടുകൂടി അനാവൃതനായിരിക്കുന്ന ചൈതന്യ പ്രകാശം സംഭവിക്കും. ഘടാകാര വൃത്തി സ്ഥലത്ത് ഘടാകാര വൃത്തിയും പിന്നെ വിഷയത്തിന്റെ അഭിവ്യക്തിയാണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ ഇപ്പോൾ എന്ത് സംഭവിക്കും? ബ്രഹ്മാകാര വൃത്തി, ബ്രഹ്മത്തിന്റെ അഭിവ്യക്തി, ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മസ്വരൂപമായി മാറുകയും ചെയ്യും. ഘടത്തെ അറിഞ്ഞവൻ ഘടസ്വരൂപമായി മാറാതിരിക്കാൻ കാരണം എന്താ? ഘടം അവന്റെ സ്വരൂപമല്ലാത്തത് കൊണ്ട്. ബ്രഹ്മാകാര വൃത്തിയുള്ളവൻ ബ്രഹ്മസ്വരൂപമായി മാറാൻ കാരണം അത് അവന്റെ സ്വരൂപമായിരുന്നു. എന്താ സംഭവിച്ചിട്ടുള്ളൂ? ഒരു ആവരണം വന്നതെന്ന് മാത്രം. ഈ ആവരണം നഷ്ടപ്പെടുത്താൻ എന്തിന്റെ ആവശ്യമുള്ളത്? ജ്ഞാനത്തിന്റെ ആവശ്യം. ജ്ഞാനം ഏതിൽ നിന്ന് ഉത്പന്നമാവും? പ്രമാണത്തിൽ നിന്ന്. പ്രമാണം എത്രയുണ്ട്? 6 അതിൽ ഏതെങ്കിലും ഒന്നില് ഏതെങ്കിലും ഒരു പ്രമാണമായിട്ട് ധ്യാനത്തെ നിങ്ങൾ ഗണിച്ചിട്ടുണ്ടോ? ഇല്ല. ധ്യാനം അത് കുണ്ടലിനി ധ്യാനമാണെങ്കിലും പരമാത്മ ധ്യാനമാണെങ്കിലും ഏത് ഉപാസനയാണെങ്കിലും നിങ്ങൾ ഗണിച്ചിട്ടുണ്ടോ അവിടെ? ഇല്ല. പിന്നെ ഉപാസകന്മാരെന്തിനാണ് ആശ്രയിക്കുന്നത്? ഞങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാവുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഉപാസന പ്രമാണാത്മകമല്ല, ഭ്രമാത്മകമാണ്. അതറിയോ? എല്ലാ ഉപാസനയും ടീക്ക്. കാരണം പ്രമാണത്തിൽ നിന്ന് സ്വാമിജി, മാത്രമേ ബ്രഹ്മോത്പന്നമാക്കുള്ളൂ. ജ്ഞാനം 6 വിധം എന്ന് പറഞ്ഞല്ലോ, ഏതാന്ന് പറയും? പ്രത്യക്ഷം, അനുമിതി, ഉപമിതി, ശാബ്ദം, അർത്ഥാപത്തി, അഭാവജ്ഞാനം. ഇങ്ങനെ 6 വിധം പ്രമ വരും. ഇതിന് 6 വിധ പ്രമാണമുണ്ട്. ഞാൻ എന്താ പഠിക്കാണ്ട് അല്ലേ? ഈ സെഷൻ വേറെ തന്നെയാണ് പോവുക. ടീക്ക്. പ്രമാണ സൈഡ്. അപ്പം ഇവിടെ നോക്ക്, അവധിർ പരിണത്തിന് അർത്ഥം പറഞ്ഞു. അവധിർ യസ്യ യാതൊരു അഖണ്ഡാകാര വൃത്തിജ്ഞാനത്തിനുണ്ടോ തദേവ ജിജ്ഞാസായ കർമ്മ തദേവ ഫലം. ഈ അപരോക്ഷ ബ്രഹ്മാകാര വൃത്തി ഉണ്ടല്ലോ, ഏതെന്നാണോ വിഷയത്തിനെ അഭിവ്യക്തി ചെയ്യിപ്പിക്കുന്നത് അത് തന്നെയാണ് എന്ത്? ജിജ്ഞാസയുടെ വിഷയമായി മാറുന്നത്. എന്ന് പറഞ്ഞാൽ അപരോക്ഷ ബ്രഹ്മാകാര വൃത്തി ആണ് ഞങ്ങളുടെ ജിജ്ഞാസയുടെ വിഷയം. പക്ഷെ അതിനുള്ള കാരണം എന്താണ്? ആ ജ്ഞാനത്തിന്റെ ഈ ഒരു ജ്ഞാനം ഉണ്ടെന്ന് മനസ്സിലാവില്ലേ? സാമാന്യ ജ്ഞാനം എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു ജ്ഞാനമാണ് അജ്ഞാനത്തിന്റെ നാശകനാവുന്നത്. ആ ജ്ഞാനത്തിന്റെ ഏത് ജ്ഞാനമാണത്? അപരോക്ഷ ബ്രഹ്മാകാര വൃത്തിയാണ്. അതിപ്പോൾ നേടിയിട്ടില്ല. അങ്ങനെയൊന്നും ഉണ്ട് എന്നുള്ളൊരു ജ്ഞാനമല്ലേ? ആ ജ്ഞാനമാണ് പ്രവർത്തകനായിരിക്കുന്ന മൂലം. തദൈവ ഫലം എന്നും പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് തദൈവ ഫലം എന്ന് പറയുന്നത്? ഭാഷ്യം കാണ്. ഫല വിഷയത്വാദ് ഇച്ഛായാഹ എന്ന് കാണാം. നമുക്ക് ഒരിക്കൽ കൂടി ടീക്കയിലേക്ക് വരാം. ഫലത്തെ വിഷയീകരിക്കുന്ന ഇച്ഛ ഉണ്ടാവുക അല്ലേ? ഇച്ഛ ഒരു ഫലത്തെ വിഷയീകരിക്കുന്നതാണ്. ഇവിടെ മാത്രമാണ് ഇച്ഛയുടെയും അതേപോലെ ഇച്ഛയുടെ വിഷയവും ഫലവും ഒന്നാവുന്നത് ജ്ഞാനത്തിന്റെ ഇച്ഛാസ്ഥലത്ത് മാത്രമാണ്. കർമ്മത്തിന്റെ ഇച്ഛാസ്ഥലത്ത് ഇത് വരത്തില്ല. ഓക്കെ. അപ്പൊ ഏതിനു വേണ്ടിയുള്ള ഇച്ഛയായിരുന്നു? അപരോക്ഷ ബ്രഹ്മാകാര വൃത്തിക്ക് വേണ്ടിയുള്ള. ആ ഇച്ഛയിൽ നിന്ന് അതിന്റെ കാരണമായിരിക്കുന്ന ശ്രവണമനന നിധ്യാസനത്തിലെ പ്രയത്നം കൊണ്ട് എവിടെ എത്തിച്ചേരും? ആ ആകാര വൃത്തിയിൽ എത്തിച്ചേരും. അപ്പൊ അത് ഫലമായി മാറും. എന്നിട്ടേക്ക് നോക്ക്, മൂലം തു ആപാദജ്ഞാനം ഇതി അധുനാ ഭക്ഷ്യതേ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുന്നോട്ടേക്ക് പറയും. എന്ത് പറയും? ഇച്ഛയുടെ മൂലം എന്നുള്ളത് ആപാദജ്ഞാനമാണ്. ആപാദജ്ഞാനം എന്ന് പറഞ്ഞാൽ സാമാന്യജ്ഞാനമാണ്. വിചാരജന്യമല്ലാത്ത വിചാരരഹിതമായി ഉത്പന്നമാവുന്ന ജ്ഞാനമാണ് ആപാദജ്ഞാനം. അതിന് നിന്ന് വിചാരം നടത്തിയാൽ ഉണ്ടാവുന്നതാണ് ഫലമായിരിക്കുന്ന ജ്ഞാനം. ഇതി ഫലമൂലജ്ഞാനയോർ ഭേദാത് ന ജിജ്ഞാസ അനുഭവത്തിരിത്യർത്ഥ. ഫലസ്വരൂപജ്ഞാനം വേറെയാണ്. ഏതാണിത്? വിഷയത്തിന് അഭിവ്യക്തി നടത്തിപ്പിക്കുന്ന ജ്ഞാനമാണ്. മൂലജ്ഞാനം ഏതാണ്? വിഷയത്തെ അഭിവ്യക്തി നടത്തിപ്പിക്കുന്നതല്ലത്. അത് അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ട് എന്നുള്ളൊരു ജ്ഞാനം മാത്രമാണ്. നനു ഗമനസ്യ ഗ്രാമകർമ്മ തത് പ്രാപ്തിർ ഫലമിതി ഭേദാത് കർമ്മ ഏവ ഫലമിത്തി അയുക്തം. നിങ്ങൾ ഭാഷ്യത്തിൽ പറഞ്ഞത് ടീക്കയിൽ തന്നെ പറയുക ചെയ്ത്, ടീക്കയിൽ ഭാഷ്യത്തിലും കർമ്മ നോക്ക്, ഭാഷ്യം നോക്ക്. അവഗതി പര്യന്തം ജ്ഞാനം സൻവാച്യ ഇച്ഛായ കർമ്മ. അവഗതിയിൽ അവസാനിക്കുന്ന ജ്ഞാനമാണ് സൻ പ്രത്യയത്തിന്റെ അർത്ഥമായിരിക്കുന്ന ഇച്ഛയുടെ വിഷയം കർമ്മ. ഫല വിഷയത്വാദ് ഇച്ഛായ എന്ന് പറഞ്ഞപ്പോൾ ഫലത്തെ വിഷയീകരിക്കുന്നതാണ് ഇച്ഛ. അപ്പോൾ ഇച്ഛയുടെ ഫലവും ഇച്ഛയുടെ കർമ്മവും ഇച്ഛയുടെ ഫലവും ഏകമായിട്ട് എങ്ങനെ മാറുമ്പോൾ? ഇതിനാണ് ചോദ്യം വരുന്നത്. നനു ഗമനസ്യ ഗ്രാമകർമ്മ
തത് പ്രാപ്തി ഫലമിതി ഭേദാത് കർമ്മ ഏവ ഫലമിതി അയുക്തം. നിങ്ങൾ ഇച്ഛയുടെ കർമ്മവും ഇച്ഛയുടെ ഫലവും ഏകമാണെന്നാണ് പറഞ്ഞത്. കാരണം ഫലത്തെ വിഷയീകരിക്കുന്ന ഇച്ഛ എന്ന് സ്പഷ്ടീകരിച്ചിട്ടുണ്ട്. ശരിയാണത്. ഫലത്തെ വിഷയീകരിക്കുന്നതാണ് ഇച്ഛ. അപ്പോൾ ഇച്ഛയുടെ വിഷയം ഏതാണോ അത് തന്നെയായിരിക്കും ഇച്ഛയുടെ ഫലവുമായിട്ട് മാറുന്നത്, അല്ലേ? പക്ഷെ ഇവിടെ പ്രശ്നം എന്താ പറഞ്ഞാല്, ഗ്രാമത്തെ പ്രാപിക്കാനുള്ള ഇച്ഛ വരുമ്പോൾ ഗമനസ്യ ഗ്രാമ കർമ്മ തത് പ്രാപ്തി ഫലവിധി ഭേദാത്. അതായത് ഗമനം എന്നുള്ള ഒരു ക്രിയ എടുത്തു കഴിഞ്ഞാല് ഗമനസ്യ കർമ്മ ഗ്രാമ അങ്ങനെ തന്നെ. ഗമനത്തിന്റെ കർമ്മം ഗ്രാമവും ഗമനത്തിന്റെ ഫലം ഗ്രാമപ്രാപ്തിയുമാണ്. അപ്പൊ രണ്ടും വ്യത്യാസമുണ്ട്. തത് പ്രാപ്തി ഫലം, തത്പ്രാപ്തി എന്ന് പറഞ്ഞാല് ചൈത്ര ഗ്രാമ സംയോഗം, ഇതാണ് ഫലമായി മാറുന്നത്. പക്ഷേ ഗമനത്തിന്റെ കർമ്മം എന്തായിരുന്നു? ഗ്രാമമായിരുന്നു. ഗ്രാമവിഷയക കർമ്മം, ഗ്രാമവിഷയക ഗമനമല്ലേ? അപ്പൊ ഗ്രാമകർമ്മക ഗമനമാണ്. അപ്പൊ ഗമനത്തിന്റെ കർമ്മം ഗ്രാമവും ഗമനത്തിന്റെ ഫലം ഗ്രാമമായിട്ടുള്ള പ്രാപ്തി എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ സംയോഗം. ആരാണോ ഗമിച്ചത് അവന് ഗ്രാമസംയോഗം, ഗ്രാമത്തിലെ എത്തുക എന്നുള്ളതാണ് ഫലമായി മാറുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഗമനത്തെ സംബന്ധിച്ച് കർമ്മവും ഫലവും ഭിന്നമാണല്ലോ. അപ്പോൾ ക്രിയയായിരിക്കുന്ന ഗമനത്തിന് ക്രിയയായിരിക്കുന്ന ഗമനത്തിന് കർമ്മവും ഫലവും ഭിന്നമായതുകൊണ്ട് ക്രിയയായിരിക്കുന്ന ഇച്ഛയ്ക്കും ഫലവും കർമ്മവും ഭിന്നമാവണ്ടേ എന്നാണ് ചോദ്യം. കർമ്മയേവ ഫലമിത്തി അയുക്തം, കർമ്മം തന്നെ ഫലം എന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ. അതിന് ഉത്തരം പറയാണ് ഭാഷ്യകാരൻ, ഫല വിഷയത്വാദ് ഇച്ഛായ. ഇവിടുത്തെ വിഷയം ഫലത്തെ വിഷയീകരിക്കുന്ന ഇച്ഛയാണുള്ളത്. അതുകൊണ്ട് എന്ത് പറ്റും? ഇച്ഛയുടെ കർമ്മം തന്നെയായിരിക്കും ഇച്ഛയുടെ ഫലവുമായി മാറുന്നത്. ഇച്ഛാസ്ഥലത്ത് മാത്രമാണ് ക്രിയാന്തരെ, ടീക്കയിൽ നോക്കിയോ, ക്രിയാന്തരെ തയോർ ഭേദേപി ഗമനാദി ക്രിയാസ്ഥലത്ത് കർമ്മവും ഫലവും ഭിന്നമാണെങ്കിൽ പോലും ഇച്ഛായാഹ ഫല വിഷയത്വം അത് കർമ്മ ഇവ ഫല വ്യത്യാർത്ഥ. ഇവിടെയാണ് വ്യത്യാസമുള്ളത്. ഇച്ഛ ഫലത്തെ വിഷയീകരിക്കുന്ന ഇച്ഛയാണ്, അല്ലെ? ഏതെങ്കിലും ഒരു വസ്തുവിനെ നേടാനുള്ള ഇച്ഛയായിരിക്കുമല്ലോ, അത് കിട്ടണം ഇത് കിട്ടണം എന്നുള്ളിൽ. അതുകൊണ്ട് ഇച്ഛയുടെ ഫലം തന്നെയായിരിക്കും ഇച്ഛയുടെ കർമ്മവും. ഒരു ഘടത്തിനോടുള്ള ഇച്ഛ, ഘട ഇച്ഛ, ഇച്ഛയുടെ ഫലമായിട്ട് ഘടപ്രാപ്തി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏതിനുള്ള ഇച്ഛയാണ്? ജ്ഞാനത്തിനുള്ള ഇച്ഛ. ഫലം എന്താണ്? ജ്ഞാനമാണ് ഫലമായി മാറുന്നത്. അപ്പോൾ ഇച്ഛയുടെ കർമ്മം ഏതാണോ അത് തന്നെയായിരിക്കും ഇച്ഛയുടെ ഫലമായി മാറുന്നത്. അടുത്ത ചോദ്യം വരികയാണ്, നനോ ജ്ഞാന അവഗത്യോർ ഐക്യാത് ഭേദോക്തിർ അയുക്ത. ഇവിടെ ഇപ്പോൾ നിങ്ങൾ തുടങ്ങിയത് അവഗതി പര്യന്തം ജ്ഞാനം എന്നാ. അവഗതിക്ക് അർത്ഥം ജ്ഞാനം എന്നാണ്, ജ്ഞാനത്തിന്റെ അർത്ഥം ജ്ഞാനം എന്നാണ്. ആ സ്ഥിതിക്ക് അവഗതി ജ്ഞാന അവഗത്യോർ ഐക്യാത് ഏകാർത്ഥകമായതിനാൽ ഭേദോക്തിർ അയുക്ത, അവഗതി എന്നും ജ്ഞാനമെന്നും ഭിന്ന ഭിന്നമായി പറഞ്ഞത് ശരിയല്ലല്ലോ. കണ്ടോ? പൂർവപക്ഷിക്ക് മനസ്സിലായിട്ടില്ല, ഇതെല്ലാം നമുക്ക് മനസ്സിലാകാൻ പോകുന്നത്. പ്രശ്നമുണ്ട് അതില്. നമ്മുടെ വാചസ്പതി പറയുന്നുണ്ടേ, അങ്ങരുടെ ടെക്സ്റ്റ് ബഹമതി തുടക്കം കാണാൻ നിൽക്കുന്നത്. ഏത്? നിങ്ങളുടെ ഈ ഭാഷ്യം പ്രസന്ന ഗംഭീരം എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ മംഗളശ്ലോകത്തിലോ മറ്റോ ആണെന്നത്. 2ാമത്തെ പേജില് ഭാമതി തുടങ്ങുന്നവരെ നോക്കിയൊന്ന്. നത്വാ വിശുദ്ധ വിജ്ഞാനം ശങ്കരം കരുണാകരം ഭാഷ്യം പ്രസന്ന ഗംഭീരം തപ്രണീതം വിഭജ്യതേ. കിട്ടിയോ? 2ാമത്തെ പേജില് ഭാഷ്യം പ്രസന്ന ഗംഭീരം എഴുതി വെച്ചിട്ടുണ്ട്. ठीक है, ഇതാണ് പ്രസന്ന ഗംഭീരമായിരിക്കുന്ന ഭാഷ്യം. അവഗതി പര്യന്ത ജ്ഞാനം എന്ന് പറയുമ്പോൾ പോലും മനസ്സിലാവുന്നില്ല അവഗതിക്ക് അർത്ഥം ഏതാണ്, ജ്ഞാനത്തിന് അർത്ഥം ഏതാന്നുള്ളത്. അതുകൊണ്ടല്ലേ നമ്മളെ ഗുരുക്കന്മാർ പറയുന്നത് ജ്ഞാനം ഉണ്ടാകത്തില്ല മക്കളെ. ठीक है, അപ്പം നമുക്കത് മനസ്സിലാക്കണം ഇതെന്തുകൊണ്ട് എങ്ങനെ പറഞ്ഞതെന്നുള്ളത്. അപ്പൊ ഭാഷകാരൻ വിശദീകരിക്കുകയാണ്. ജ്ഞാനേന ഹി പ്രമാണേന അവഗന്തും ഇഷ്ടം ബ്രഹ്മ. ജ്ഞാനത്തെ പ്രമാണമാക്കി പറഞ്ഞു. ജ്ഞാനം പ്രമാണമാണോ, ജ്ഞാനം പ്രമേയാണോ? ഇങ്ങനെയും ശബ്ദപ്രയോഗം വരും. പ്രമാണാത്മകമായിരിക്കുന്ന വൃത്തിജ്ഞാനത്താൽ എന്നാണ് ഉദ്ദേശിച്ചത്. ജ്ഞാനേന ഹി പ്രമാണേന അവഗന്തും ഇഷ്ടം. ജ്ഞാനം പ്രമാണമാണെങ്കിൽ അതിന്റെ കാര്യം എന്തായിരിക്കും? വിഷയത്തിന്റെ അഭിവ്യക്തി. ഇതുകൊണ്ടാണ് വൃത്തിവ്യാപ്തി ഫലവ്യാപ്തി പറയേണ്ടി വരുന്നത്. ആവരണം നഷ്ടപ്പെടുമ്പോൾ വിഷയത്തിന്റെ അഭിവ്യക്തി വേറെ തന്നെയുണ്ട് മക്കളെ. ठीक है, പലപ്പോഴും വിഷയത്തിന്റെ അഭിവ്യക്തി അടക്കം എടുത്തിട്ട് നമ്മൾ ജ്ഞാനം എന്നേ പറയാറുള്ളൂ. അതിനെ വിശദീകരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഇത്രയും പറയേണ്ടി വരുന്നത്. അപ്പോൾ ജ്ഞാനം എന്നുള്ള പ്രമാണത്താൽ അഭിവ്യക്തമാക്കാൻ ഇഷ്ടം ആരെയാ? ബ്രഹ്മത്തെയാണ്, അല്ലേ? അതാണ് പറയുന്നത് ഇഷ്ടം ബ്രഹ്മ എന്ന്. ഇതിന്റെ ടീക്ക നോക്കി നീയും ഡീറ്റെയിൽ പറയാം.
ജ്ഞാനം എന്താണ്? വൃത്തി. ഏതിന്റെ വൃത്തിയാണ് ഈ ജ്ഞാനം? ചോദിക്കോ? ഈ നിങ്ങൾ എന്നേക്കാൾ ബുദ്ധിമാന്മാരാണ് ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ സ്ഥലത്ത് വേദാന്ത സ്ഥലത്ത് കയറിയിട്ട് കളിക്കണമെങ്കിൽ എന്താണെന്ന് അറിയത്തില്ല. നിങ്ങളായിട്ടല്ല 150 പേരിരുന്നാലും ഈ ക്ലാസ് 2 പേർക്കേ മനസ്സിലാവത്തുള്ളൂ. അത് അത്രയും മെനക്കെടുന്നുണ്ടെങ്കിൽ മാത്രം. അതിൽ നിങ്ങൾ ആലോചിക്കുക, അതിൽ 2-ൽ ഒരാൾ ഞാനാണ്. അപ്പൊ ഒരു സമാധാനം ഉണ്ടാവുന്നല്ലാതെ ഇത് പിടികിട്ടുന്ന പ്രശ്നമേ ഇല്ല. ठीक है. ഇച്ഛയുടെ വൃത്തിയാണോ? അന്ധകരണത്തിന്റെ വൃത്തി. നിങ്ങൾ ഇതുവരെ ഈ ട്രാക്ക് പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തെങ്കിലും എവിടുന്നെങ്കിലും തെറ്റുന്നത്. കാരണം അന്ധകരണ വൃത്തി, അവിദ്യാവൃത്തി, മായാവൃത്തി, ഇങ്ങനെ 3 വിധ വൃത്തിയേ ഉള്ളൂ. എങ്കിൽ പിന്നെ ഇവിടെ ഇപ്പോൾ വൃത്തി ആരുടെ ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കണ്ടേ ഏതിൽ നിന്നെല്ലാമാണ് വൃത്തി വരുന്നത് എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് പിറകോട്ട് പോയി ചിന്തിക്കാൻ പറ്റാത്തത്? നമുക്ക് സോക്കോൾഡ് ഗുരുക്കന്മാരുടെ അനുഗ്രഹമല്ലേ. ठीक है. മക്കളെ, പ്രക്രിയ പഠിച്ച് വരുന്നവർ അതിൽ ഊന്നി നിന്ന് ചിന്തിക്കാൻ പാടുള്ളൂ. എക്സ്ട്രാ ചിന്തിച്ചേക്കരുത്. എക്സ്ട്രാ ചിന്തിക്കാനും വേണ്ടാത്ത മറ്റുള്ളവർ കേട്ടതിന് പിറകെ പോയാൽ ഈ ട്രാക്ക് നിങ്ങൾക്ക് പിടികിട്ടത്തില്ല. അത് ശ്രദ്ധിച്ചോ. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരുന്ന ആളുടെ വിശ്വാസമാണ്. അല്ലാതെ പണ്ട് കേട്ട പൊട്ട ഗുരുവിലുള്ള വിശ്വാസം വെച്ചിട്ട് ഇവിടെ ക്ലാസ് കയറിയാൽ സാധനം പിടികിട്ടത്തില്ല. ഞാൻ നിങ്ങളല്ല പറഞ്ഞത്, നമ്മൾക്ക് എന്തുകൊണ്ട് ഈ ഗതികേട് വന്നുള്ളതാണ്. ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പിടിച്ചു വെക്കുന്നത്. നിങ്ങളെ മനസ്സിലാക്കാൻ ഭയങ്കര പാടാ സാധനത്. അതുകൊണ്ടാണ് വൃത്തി അന്ധകരണത്തിൻ്റെതായത് കൊണ്ടാണ് സ്വപ്നത്തിൽ ഈ ജ്ഞാനം ഉണ്ടാവത്തില്ല. സ്വപ്ന ഗുരുക്കന്മാരെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത്. ठीक है. ഇന്നലെ എനിക്ക് സ്വപ്നത്തിൽ ഗുരു ഉപദേശിച്ചിരുന്നു ഞാൻ ജ്ഞാനിയായി എന്ന് ആരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വെറുതെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ജ്ഞാനത്തിനർത്ഥം പറയാണ് വൃത്തി. വൃത്തിജ്ഞാനം അന്ധകരണത്തിന്റെ വൃത്തിയാണത്. അവഗതി തത്ഫലം. അവഗതി എന്നുള്ളത് അതിന്റെ ഫലമാണ്. ഈ വൃത്തിയുടെ ഫലം എന്താ? മോക്ഷം. മോക്ഷം പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ അത്രയൊന്നും പോണ്ടായിരുന്നു. ഈ വിഷയത്തിന്റെ അഭിവ്യക്തി നടക്കുന്നില്ലേ, അതാണ് ഇതിന്റെ ഫലം. വൃത്തി ജ്ഞാനം, അവഗതി ഫലം. അതല്ലേ ഇപ്പം നേരത്തെ പേജ് പറഞ്ഞത് എന്താണ്? ആവരണ നിവൃത്തി രൂപ അഭിവ്യക്തി. അഭിവ്യക്തി ഏതൊരു ചൈതന്യത്തിനാണുള്ളത്? അഭിവ്യക്തിമത് ചൈതന്യം. ചൈതന്യം അഭിവ്യക്തമാവുകയാണ്. അവിടെയാണ് ഞാൻ ചോദിച്ചത്, ഘടം അഭിവ്യക്തമാവേണ്ട സ്ഥലത്ത് വൃത്തിയിൽ പ്രതിഫലിച്ച ചൈതന്യം അതിനെ അഭിവ്യക്തമാക്കിയിരുന്നു. ഇവിടെയും അങ്ങനെയല്ലേ എന്നാ ചോദിച്ചത്. ഏത് ബ്രഹ്മസ്ഥലത്തും അല്ല. ഇവിടെ കേവലം ആവരണം മാറിക്കിട്ടിയാൽ മാത്രം മതി. ആവരണം മാറുന്നതോടുകൂടി വിഷയം അഭിവ്യക്തമാവും. അഭിവ്യക്തമാവുന്നതുകൊണ്ട് അഭിവ്യക്തിമത്തായി ചൈതന്യം. ഏത് ചൈതന്യ? സ്വരൂപ ചൈതന്യമാണ്. അവഗതി തത്ഫലം. തത്ഫലം എന്നുള്ള സ്ഥലത്ത് തത്പദം കൊണ്ട് ഏതിനെടുക്കണം? വൃത്തി. വൃത്തി. ആ വൃത്തിയുടെ ഫലമാണെന്ത്? അവഗതി. അപ്പം വൃത്തി അവഗതി തമ്മിൽ മാറിയോ? മാറി. ഒന്നല്ല രണ്ടാണത്. ഇത് ഭേദ. ആ ഭാഷ്യത്തിൽ തന്നെ കാണായിരുന്നു പ്രമാണേന അവഗന്തുമിഷ്ടം. അവിടുത്തെ അവഗന്തുമിഷ്ടത്തിന് അർത്ഥം പറയാണ് അവഗന്തും എന്ന് പറഞ്ഞാൽ അഭിവ്യഞ്ജയിതും. അഭിവ്യക്തി നടത്താൻ, അഭിവ്യഞ്ജിപ്പിക്കാൻ ഇഷ്ടമാണ് ബ്രഹ്മ. ബ്രഹ്മത്തെ അഭിവ്യഞ്ജിപ്പിക്കാൻ ഇഷ്ടമാണ്. ഏതിനാൽ? ജ്ഞാനത്താൽ. ജ്ഞാനത്താല് ബ്രഹ്മ അഭിവ്യക്തമാവത്തുള്ളൂ എന്നുള്ളതിനാൽ അതും ഗുരുമുഖത്ത് നിന്ന് കേട്ട് വേണ്ട പഠിക്കാൻ. ഇത് നടക്കൂല എന്ന് പറയുന്ന ഗുരുവിന്റെ അടുത്ത് നിങ്ങൾക്ക് എന്ത് ആശയമാണുള്ളത് ജ്ഞാനം ഉത്പന്നാവും എന്നുള്ളത്? മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ സോ കോൾഡ് തന്നെ വിളിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങളെ ബോധിപ്പിക്കാനാണ്. അല്ലാണ്ട് അവരെ ഇനി ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. ബാക്കിയുള്ളവന്മാർ വേണേൽ രക്ഷപ്പെട്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പറഞ്ഞു തരുന്നത്. ജ്ഞാനത്താൽ, അന്ധക്കരണ വൃത്തിജ്ഞാനത്താൽ. അതാണ് പ്രമാണം. വേറൊന്നും ഇവിടെ പ്രമാണമായി മാറുന്നില്ല. ഈ പ്രമാണവൃത്തിക്ക് പോലും കാരണമാണ് എന്ത്? ശബ്ദം. അവിടെ ശബ്ദത്തെ പ്രമാണമാക്കി മാറ്റും. ഇവിടെ ഇപ്പോൾ ശബ്ദരൂപ പ്രമാണത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്ന ബ്രഹ്മാകാര വൃത്തിജ്ഞാനത്തെ പ്രമാണമാക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഇതിന്റെ ഫലമാണെന്ത്? ആവരണം നഷ്ടപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്റെ അഭിവ്യക്തി. അപ്പോൾ അത് ഒരു ചൈതന്യമല്ലേ? ആ ചൈതന്യത്തിന്റെ പ്രകാശം നടക്കുന്നില്ലേ? ആ ചൈതന്യ പ്രകാശം പ്രതി കാരണമാണെന്ത്? ജ്ഞാനം. അതുകൊണ്ട് ജ്ഞാനത്തെ പ്രമാണമാക്കി മാറ്റി. അപ്പൊ പ്രമേയം ആരായി മാറും? അഭിവ്യക്തമായിരിക്കുന്ന വിഷയം പ്രമാണമായി മാറും. അതിന്റെ കാരണമാണ് പ്രമാണം. അതുകൊണ്ടാണ് ജ്ഞാനത്തെ പ്രമാണം എന്ന് പറയുന്നത്. ഇത് പിടികിട്ടിയോ? പിടികിട്ടാളാം. അപ്പൊ എന്ത് നെക്സ്റ്റ് ടിക്കൽ എന്താ കാണുന്നത്? അവഗന്തും ഇഷ്ടം എന്ന് പറഞ്ഞാൽ അഭിവ്യഞ്ജയുന്ന, ജ്ഞാനത്താൽ അഭിവ്യക്തമാക്കാൻ ഇഷ്ടമാണ് ബ്രഹ്മം. അപ്പോൾ ആ അവഗതി പര്യന്തത്തിലിരിക്കുന്ന അവധിയായിരിക്കുന്നത് യാതൊരു ജ്ഞാനത്തിൻ്റെതാണോ ആ ജ്ഞാനമാണെന്ത്? സാൻവാച്യമായിരിക്കുന്ന ഇച്ഛയുടെ കർമ്മം. ആ ജ്ഞാനം തന്നെയാണ് ഫലവും. കാരണം ഫലത്തിന് വിഷയീകരിക്കുന്ന ഇച്ഛയാണ് ഉണ്ടായിരുന്നത്.
ഇത്രയും കറക്റ്റ് ആണോ? അവഗതേഹി ഫലത്വം സ്ഫുടയതി. അവഗതേഹി ഫലത്വം, അവഗതി വേറെയും ഫലം വേറെയും അല്ലേ? വൃത്തിജ്ഞാനം വേറെയും അവഗതി വേറെയാണോ? വൃത്തിജ്ഞാനം വേറെയും ഫലം വേറെയാണോ? വൃത്തിജ്ഞാനം വേറെയും അവഗതി വേറെയല്ലേ? അതെ. വൃത്തിജ്ഞാനം വേറെയും ആവരണനാശം നടന്നിട്ട് വിഷയുടെ പ്രകാശം വേറെയല്ലേ? അവഗതിയും വിഷയപ്രകാശവും വേറെയല്ലേ? അല്ല. അല്ല. ജ്ഞാനവും അവഗതിയും വേറെയാണ്. ജ്ഞാനവും വിഷയപ്രകാശവും വേറെയാണ്. അവഗതിയും വിഷയപ്രകാശവും വേറെയല്ല, ഒന്നാണ്. ठीक. അപ്പോൾ അവഗതേഹ ഫലത്വം എന്ന് പറയുന്ന അർത്ഥം ഷഷ്ടേഹേ നിഷ്ഠത്വമർത്ഥ. അവഗതേഹ എന്നുള്ള സ്ഥലത്തെ ഷഷ്ടിയുടെ അർത്ഥം നിഷ്ഠത്വം എന്നാണ്. അപ്പോൾ ഫലം എവിടെയിരിക്കും? അവഗതിയിലിരിക്കും. അപ്പം അവഗതേഹ ഫലത്വം എന്ന് പറഞ്ഞാൽ അവഗതി നിഷ്ഠ ഫലത്വം എന്നാ. അപ്പൊ ഫലം ആരായിരിക്കും? അവഗതി ആയിരിക്കും. ഇങ്ങനെ ഈ ശൈലി ഒന്നും അറിയാതെ ഈ കാര്യങ്ങൾ പ്രശ്നമാക്കണ്ട. ഇതൊക്കെ കയറി വരുന്നു. നമ്മൾ പഠിപ്പിക്കുന്നവർ എത്ര കാലം പഠിച്ച ആൾക്കാരാണ് പഠിപ്പിക്കുന്നത്. നിങ്ങളോട് ഇങ്ങനെ പറയാൻ കാരണം, ശ്രദ്ധിക്കുക, ലോക്കൽ പരിപാടിയായിട്ട് നടന്നാൽ ഇത് മനസ്സിലാവില്ല, ഇതിനായിട്ട് തന്നെ മെനക്കെട്ടോളുക എന്ന് വേണ്ടിയിട്ടാണ്. കുറെ കാലത്തെ മെനക്കെടുണ്ട് ഈ പങ്ക്തി ടു പങ്ക്തി പിടിച്ചു പോകാൻ. എന്നിട്ട് വേണം എന്ത്? ബ്രഹ്മാകാര വൃത്തിക്ക് വേണ്ടി നിധിധ്യാസന സ്ഥലത്തെത്താൻ. നിധിധ്യാസന സ്ഥലത്ത് നിങ്ങൾക്ക് ശാന്തമായിരിക്കുന്ന ഒറ്റ വൃത്തി കിട്ടും. ठीके. ശ്രവണമരണ സ്ഥലത്ത് ശാന്തമായിരിക്കുന്ന ഒരു വൃത്തിയല്ല, ആ വൃത്തിയിലേക്ക് വേണ്ടിയുള്ള പ്രയത്നമാണ് ഇവിടെ. ചിത്തം, അതായത് ബുദ്ധി കടന്ന് പ്രയത്നം നടത്തിയേ പറ്റത്തുള്ളൂ. ഇത് ഒരു സ്ഥലത്ത് എത്തിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിധിധ്യാസനം ആരംഭിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ആരെങ്കിലും കേട്ട് എന്തെങ്കിലും ചിന്തിക്കുന്നതല്ല നിധിധ്യാസനം. ഇതിനെ സ്ഫുടിപ്പിക്കുകയാണ്. ഏത്? ഫലത്തെ സ്ഫുടിപ്പിക്കുകയാണ്. ഭാഷ്യകാട് ബ്രഹ്മാപഗതിർ ഹി പുരുഷാർത്ഥ. പുരുഷാർത്ഥം ഏതാണ്? അഭിവ്യക്തമായിരിക്കുന്ന ബ്രഹ്മസ്വരൂപമാണ് പുരുഷാർത്ഥം. അതെന്ത് ചെയ്യും? നിശ്ചയ സംസാര ബീജ അവിദ്യാദി അനർത്ഥ നിബർഹണാത്. നിശ്ചയ സംസാരത്തിന്റെ, സകല സംസാരത്തിന്റെ ഹേതുവായിരിക്കുന്നേ അവിദ്യ കാമ കർമാദികളിലായിരിക്കുന്ന അനർത്ഥങ്ങളുടെ നിവർത്തകനാകുന്നു. ആരാ നിവർത്തകൻ? ബ്രഹ്മാവഗതിയാണോ ജ്ഞാനമാണോ നിവർത്തകൻ? ശരിക്കും ബ്രഹ്മ അവഗതി ഉണ്ടാകുന്ന സമയത്ത് തന്നെ നിവൃത്തി വരും. പക്ഷെ നമ്മൾ ഇവിടെ കൊണ്ടച്ച് കെട്ടിയത് അവഗതിയില്ല. കാരണം പുരുഷാർത്ഥം എന്നുള്ളത് അഭിവ്യക്തമായിരിക്കുന്ന ബ്രഹ്മചൈതന്യമാണ്. അതോടുകൂടി എന്ത് പറ്റും? സകല സംസാരവും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി സംസാരത്തിൽ ആരവശേഷിക്കും? ജ്ഞാനിയെ സംബന്ധിച്ച് ആരും അവശേഷിക്കത്തില്ല. ഇനി ആരെയും രക്ഷപ്പെടുത്താനായിട്ട് ജ്ഞാനിക്ക് തിരിച്ചു വരേണ്ടി വരുമോ? ഒരു കൈ കൊടുക്കാമായിരുന്നു. നാട്ടുകാരെന്ത് വിചാരിക്കുന്നതാണ്? ഇല്ല അല്ലേ? അന്നപ്പോൾ മധുരമുള്ള ജലവും കിണറിൽ ചാടിയ ഗുരുക്കന്മാരും അങ്ങനെ ചാടിയിട്ടുണ്ടെങ്കിൽ മുകളിൽ ഒരു മൂടി വെച്ചേക്ക്, ഇനി പൊന്താതിരിക്കട്ടെ ഗുരുക്കന്മാർ. അല്ലാതെ ഈ ചളി കഥയായിട്ട് ഇറങ്ങിയേക്കരുത്. ഇങ്ങനെയൊക്കെ കഥയുണ്ട്. വലിയ വലിയ ടെക്സ്റ്റുകൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അത് പഠിക്കാൻ ആൾക്കാർക്ക് നേരമുണ്ട്, ഇത് പഠിക്കാൻ നേരമില്ല. എടാ, ഇതൊക്കെ പഠിപ്പിക്കാൻ ആൾക്കാരുണ്ട്, പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പാടില്ലേ? ഇവിടെ ആൾക്കാർ ഈയോ ആയിട്ടൊന്നും ഇരിക്കുന്നില്ലല്ലോ. കേട്ട് കഴിഞ്ഞാൽ ഈയോ ഒരിക്കുമെന്ന്. നിങ്ങൾ ചെവിടെ കുത്തിപ്പിടിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ठीक है. അതാണ് ഞങ്ങളെ പഠിപ്പിക്കുന്ന മണ്ഡലേശ്വർ പറയും, ഇന്ന് കർമ്മകാന്ഡം മെനക്ക് ചെയ്യാൻ ആളുണ്ട് ചോദിച്ച സംശയമാണ്. പക്ഷെ ഇന്ന് ജ്ഞാനകാന്ഡം മെനക്ക് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടെന്നുള്ളതാണ്. ബ്രഹ്മകാര വൃത്തി ഉണ്ടാവാത്തത് അന്ധക്കരണം മലിനമായതുകൊണ്ട് മാത്രം. ठीक है. മാത്രമല്ല, ഈ പ്രമാണത്തിൽ എന്തുകൊണ്ട് പ്രമേയം ഉണ്ടാവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ വാക്യത്തിൽ നിന്ന് ബോധം ഉണ്ടാവണമെങ്കിൽ യോഗ്യത, സന്നിധി, ആകാംക്ഷ, താത്പര്യം, ഇതിന്റെയൊക്കെ നിശ്ചയം നടക്കണം. താത്പര്യ അവഗതി എന്ന് പറഞ്ഞാൽ തന്നെ വക്താവിന്റെ ഇച്ഛയാണ് താത്പര്യം. പക്ഷെ ഇവിടെ വക്താവില്ല. ഇവിടുത്തെ താത്പര്യം ഗ്രഹിക്കുന്നത് 6 പ്രമാണങ്ങളാലാണ്. ശ്രുതിലിംഗ ഉപക്രമ ഉപസംഹാര അഭ്യാസപൂർവ്വത ഫലം അർത്ഥവാദ ഉപത്തി. ഇവയൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾക്ക് ഈ ശാസ്ത്രത്തിൽ നിന്നുള്ള അർത്ഥത്തെ നിർണയിക്കേണ്ടത്. ഇത്രയും പ്രയത്നം നടക്കുന്ന ഭാഗമാണ് വിചാരസ്ഥലം. അല്ലാതെ ഒരു മന്ത്രം ചവിട്ടത്തിരി കയറ്റിയത് കൊണ്ട് നടക്കുന്നതല്ല കുട്ടികളെ. അതുകൊണ്ട് പ്രയത്നം ഇവിടെ ചെയ്തോളണം എന്നർത്ഥം. ഓക്കെ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം വാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എന്തിനാ 3 ശാന്തി ചെയ്യലേത്? 4 പാടില്ലായിരുന്നോ? 3 തരത്തിലുള്ള ദുഃഖ നിവൃത്തിക്കായിട്ട്. 3